हमारे स्वर्गीय पिता, മനോഹരമായ ഈ പകൽക്കാലത്തിന് നന്ദി പറയുന്നു. बहुत ही सुंदर सुबह के लिए हम आपको धन्यवाद देते हैं। നീ ഞങ്ങളുടെ നടുവിലുണ്ട്, प्रभु आप हमारे बीच में हो അതാണ് ഞങ്ങളുടെ സന്തോഷം, और वही बात हमारी खुशी की कारण है അതാണ് ഞങ്ങളുടെ ബലം, और वही हमारे बल का कारण है അതാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാരണം. और हम यहाँ पर बैठने का कारण भी वही है। നീ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഇരിക്കാൻ കഴിയത്തില്ലായിരുന്നു. प्रभु अगर आप यहाँ पर नहीं होते तो हम कोई भी यहाँ पर बैठ नहीं पाते ഞങ്ങൾക്ക് ഇതൊരു സന്തോഷമായി തോന്നത്തില്ലായിരുന്നു. और ये कुछ हमारे खुशी का क्षण नहीं बनता था। അങ്ങ് ഇവിടെ ഉണ്ടല്ലോ, आप यहाँ पर हो प्रभु, അങ്ങ് ഇവിടെ എഴുന്നള്ളിയല്ലോ. आप यहाँ पर आपने आगमन किया है। ഞങ്ങൾക്കറിയാം അങ്ങ് വെറുതെയല്ല ഞങ്ങളുടെ നടുവിൽ വന്നിരിക്കുന്നു. और हम जानते हैं कि आप हमारे बीच ऐसे बिना कारण के आगमन नहीं हुए हैं। അങ്ങ് ഇവിടെ ഉള്ളതുകൊണ്ട് സ്വർഗം ഇവിടെ ഉണ്ടല്ലോ. आप यहाँ पर हो प्रभु, इसलिए यहाँ पर स्वर्ग है। ഇതൊരു സ്വർഗതുല്യമാക്കാൻ അങ്ങേക്ക് കഴിയുമല്ലോ. प्रभु ये जगह आप स्वर्ग के समान बना सकते हो। ഞങ്ങളെ വിശുദ്ധന്മാരുടെ അവകാശത്തിനകത്തേക്ക് കയറ്റാൻ അങ്ങേക്ക് കഴിയുമല്ലോ. और पवित्र लोगों के विरासत के अंदर आप हमें प्रवेश करा सकते हो प्रभु। സ്വർഗത്തിലെ സന്തോഷത്തെ ഞങ്ങളിലേക്ക് പകരാൻ കഴിയുമല്ലോ. और स्वर्ग के खुशी को आप हमारे अंदर परोस सकते हो। അങ്ങയുടെ അഭിഷക്തയിലൂടെ ഞങ്ങളുടെ മനസ്സിനെ നീ തൊട്ടതിനാൽ സ്തോത്രം. और आपके अभिषेक दासी के द्वारा आपने हमारे मन को छुआ, इसके लिए धन्यवाद। ഞങ്ങളുടെ സോളിൽ അപ്പച്ചൻ്റെ ഇടപെടൽ നടന്നതിനാൽ സ്തോത്രം. हमारे प्राण में आपका मुठभेड़ हुआ है, इसके लिए धन्यवाद प्रभु। നിന്റെ ശബ്ദം ഞങ്ങളുടെ കാതുകളിൽ വീണ്ടും എത്തിച്ചാട്ടെ. आपकी आवाज को फिर से हमारे कानों तक लाए। ഇനിയുള്ള നിമിഷങ്ങൾ എത്രയും സമയം ഞങ്ങൾ ഇവിടെ ഇരിക്കണോ അത് പരിശുദ്ധാത്മാവ് തീരുമാനിക്കണം. और आगे का हर एक क्षण हम यहाँ पर कितना देर बैठना है, पवित्र आत्मा आप इसका निर्णय करें। അത് മാത്രം പോരാ, നിനക്ക് തരേണ്ട ഏറ്റവും ബെസ്റ്റ് തരാൻ ഞങ്ങളെ ശീലിപ്പിക്കണം. और प्रभु उतना ही नहीं, आपको जो देना है वो उत्तम देने के लिए आप हमको परिशीलता दें। ഞങ്ങളെ തൃപ്തരാക്കി മടക്കി അയക്കാൻ അപ്പച്ചന് മാത്രമേ കഴിയൂ. और हमें तृप्त करके फिर से भेजने के लिए प्रभु सिर्फ आपसे ही संभव है। മനുഷ്യരുടെ ശബ്ദം ഇവിടെ വെളിപ്പെടല്ല. यहाँ पर मनुष्य का शब्द प्रकट ना हो। മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നൊന്നും ഇവിടെ വരരുത്. मनुष्य की बुद्धि से यहाँ कुछ भी नहीं आए। മനുഷ്യൻ ആലോചിക്കുന്ന ഇവിടെ പറയല്ലേ. मन जो है, मनुष्य जो सोचता है वो यहाँ पर नहीं कहना है। ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തിട്ട് എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യണം. और उन सभी बातों पर पवित्र आत्मा नियंत्रण ले ले और सब पवित्र आत्मा कार्य करे। പരിശുദ്ധാത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരക്ഷരം ഇവിടെ വരല്ല. पवित्र आत्मा को पसंद नहीं ऐसा एक शब्द भी यहाँ ना आए। എല്ലാവരെയും ആത്മാവ് നിയന്ത്രിക്കും. सभी को पवित्र आत्मा नियंत्रण സകല करे। സിസ്റ്റത്തെയും ആത്മാവ് നിയന്ത്രിക്കും. सारे संविधान को पवित्र आत्मा नियंत्रण करे। പ്രാർത്ഥന കേട്ടതിന് നന്ദി. प्रार्थना सुना, इसके लिए धन्यवाद। ഞങ്ങളെ തൃപ്തരാക്കും. आप हमें तृप्त करोगे, യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में मांगते हैं। ആമേൻ. आमेन आमेन. आमेन ആമേൻ. आमेन। കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് മഹത്വം. हाथ और आवाजों को उठाकर परमेश्वर को महिमा देंगे। കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹം. प्रभु यीशु मसीह के नाम में सभी को प्रेम भरा वंदन। ഞങ്ങളെല്ലാവരും തൃപ്തരായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूं कि आप सब तृप्त हो गए हो। ആമേൻ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച ദൈവം നിങ്ങൾക്ക് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूं कि परमेश्वर ने एक आशीषित हफ्ता आपको दिया। കർത്താവിൻ്റെ കൂടെ നടക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूं कि प्रभु के साथ आप चल पाए। ആമേൻ. കഴിഞ്ഞില്ലെങ്കിൽ ഈ ആഴ്ച നിങ്ങൾ ശ്രമിക്കണം. अगर पिछले हफ्ते नहीं कर पाए तो इस हफ्ते आप प्रभु के साथ चले। അപ്പച്ചൻ്റെ കൂടെ നടക്കുന്ന ഒരു ഭയങ്കര സുഖം. पिता के साथ चलना ये बहुत ही एक आनंद की बात है।
ദൈവശബ്ദം കേൾക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. मैं विश्वास करता हूं कि परमेश्वर की आवाज सुनने के लिए आपने परिश्रम किया. ഇല്ലെങ്കിൽ ഈ ആഴ്ച വീണ്ടും നിങ്ങൾ ശ്രമിക്കണം. अगर वैसा नहीं किया तो इस हफ्ते फिर से आप परिश्रम करें. നിങ്ങൾ തോൽക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവശബ്ദം നിങ്ങൾക്ക് അത്യാവശ്യം. अगर आप ये चाहते हो कि पराजित हुए बिना एक जिंदगी जीना है तो परमेश्वर की आवाज हमें सख्त जरूरत है. ആമേൻ. ദൈവശബ്ദം ഒരിക്കലും നിങ്ങളെ ചതിക്കത്തില്ല. ദൈവശബ്ദം നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിക്കും. परमेश्वर का आवाज आपको कभी धोखा नहीं देगा, पर आपको जहां पहुंचाना है वहां पर वो आवाज आपको पहुंचाएगा. ആമേൻ. आमीन. നിങ്ങൾ എത്തേണ്ടടുത്ത് ആ ശബ്ദം നിങ്ങളെ കൊണ്ടെത്തിക്കും. जहां पर आपको पहुंचना है वहां पर वो आवाज आपको ले जाएगा. ആമേൻ. കാരണം ആ ശബ്ദത്തിന് മാത്രമേ അറിയൂ നമ്മൾ എവിടെ എത്തേണ്ടത്. क्योंकि परमेश्वर का आवाज ही जानता है कि हमें कहां किस स्थान पर पहुंचना. നമ്മൾ ഓടിയാൽ എവിടെ ചെന്ന് നിൽക്കണമെന്ന് ആ ശബ്ദത്തിനെ അറിയും. हम दौड़ते हुए किस स्थान पर जाके रुकना है ये सिर्फ परमेश्वर का आवाज जानता है. ആ ശബ്ദത്തിന് നമ്മളെ മാറ്റാൻ കഴിയും. परमेश्वर का आवाज हमें बदल सकता है. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴല്ലേ എനിക്ക് പേടിയാ, കർത്താവ് വരും, ഇപ്പം വരും, ഞാൻ എടുക്കപ്പെടുമോ എന്നുള്ള. കാരണം എനിക്കറിയത്തില്ല, അത് കർത്താവാ തീരുമാനിക്കും. और जो है प्रार्थना करते समय ऐसे लगता है कि प्रभु अभी आएगा, ये डर है क्योंकि हमें पता नहीं वो प्रभु उसका निर्णय करेगा. സ്വർഗം വരെ പോയിച്ചു വന്ന് പോൾ പോലും പറഞ്ഞത്, പൗലോസ് പോലും പറഞ്ഞത് എന്താ, എനിക്ക് ഉറപ്പില്ല, ഇനിയും ഒത്തിരി ഞാൻ ശരിയാകാനുണ്ട്. स्वर्ग के स्तरों तक जाकर आया हुआ पौलोस भी कहता है कि मुझे भी निश्चय नहीं है कि क्या मैं उस पार जा पाऊंगा या नहीं. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താ? और उसके साथ अगर हमारी तुलना करें तो हमारी अवस्था क्या है. സ്വർഗം കണ്ടേച്ചു വന്നപ്പോൾ പുള്ളിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഇനി ഞാൻ ഒത്തിരി ശരിയാകാനുണ്ട്. स्वर्ग को देखकर जब पौलोस लौट कर आया, पौलोस कह रहा है कि मेरे अंदर और बदलावट आने की जरूरत है. ആമേൻ. ഞാൻ ഇത്രയും കാര്യങ്ങളിൽ നിന്നൊരു വേർപാട് ആചരിച്ചിട്ടും സ്വർഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ അധികം വേർപെടണമെന്ന്. और इतने सारी चीजों से मैंने अलगपन जो है कायम रखा है, पर स्वर्ग में जाने के बाद, लौट कर आने के बाद मुझे समझ में आया कि और भी चीजों में मुझे अलगपन में कायम रहना है. ആമേൻ. ഇപ്പോൾ ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലെ ഒരു പ്രത്യേകതയാണ്, അങ്ങനെ പറഞ്ഞിട്ട് ജനത്തെ സത്യത്തിൽ വചനത്തിലോട്ട് തിരിക്കാതെ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങളിൽ സഭ അവരെ കെട്ടിയിടുകയും. और भारत के कलीसियाओं में हर एक राज्यों में ऐसी रीति चल रही है कि ये सारी बातें कहकर कलीसिया के अंदर वो ऐसे एक रीति रिवाज को ला रहे हैं जहां पर वो लोग वचन के और नहीं पर लोगों के व्यक्तिगत जरूरत के और मुड़ रहे हैं. നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും പ്രസംഗിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. नॉर्थ इंडिया के ऑलमोस्ट सारे स्टेट में प्रचार करने का मौका प्रभु ने मुझको दिया है. ഞാൻ ഒരിടത്ത് പോയിട്ടും സിമ്പിൾ പ്രസംഗം പറഞ്ഞിട്ടില്ല. मैं किसी भी वेदी पर जाकर मैंने साधारण प्रचार नहीं कहा है. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ പ്രസംഗം പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ഉപദേശിമാരെ കിട്ടും, मैंने ഇച്ചിരി കട്ടിയായത് തരാൻ എന്നെ അയച്ചേക്കുന്നു. मैंने उनसे कहा है अगर आपको एकदम आसान वचन सुनना है तो आप किसी और को बुला ले, पर प्रभु ने मुझे जो भेजा है कठिन वचन और परमेश्वर की सामर्थ्य वाणी बांटने के लिए. അത് സിമ്പിൾ തരാനുള്ളവർ ഇവിടെ ഉണ്ട്, അത് നിങ്ങൾക്ക് തന്നോളൂ. साधारण वाणी देने के लिए और भी अनेक लोग हैं. ഈ ചർച്ച തുടങ്ങിയപ്പോഴേ ഞാൻ കർത്താവിനോട് പറഞ്ഞത് അതാണ്, കർത്താവേ, എന്നെ ഏൽപ്പിക്കുന്ന ആട്ടിൻകൂട്ടം ഏത് തരത്തിലുള്ള വചനത്തിൻ്റെ ആഹാരം കൊടുത്താലും ദഹിക്കുന്ന ഒരു കൂട്ടമാക്കി മാറ്റണം. आमीन. जब मैंने कलीसिया का शुरुआत कर रहा था तब मैंने प्रभु से कहा, प्रभु मुझे ऐसे एक झुंड की ज़रूरत है या भेड़ की ज़रूरत है, उनको मैं किस भी तरीके का वचन सुनाऊं तो वो उसे हजम कर पाए, ऐसी उनकी प्रक्रिया मनोभाव तैयार होनी. എങ്കിലേ ബൈബിള് പറയുന്നു അവൻ പക്വതയുള്ള ഒരു ദൈവവൈതലാവും. तो ही वचन कहता है कि वैसा एक व्यक्ति ही जो है वचन के आधार पर परिपक्व बन सकता है. ആമേൻ. आमीन. അപ്പം ജ്ഞാനത്തിന്റെ വചനവും ബൈബിളിലുണ്ട്, പരിജ്ഞാനത്തിന്റെ വചനവും ബൈബിളിലുണ്ട്. वचन के अंदर जो है ज्ञान का वचन भी है, ज्ञान की पूर्णता की वचन भी है. ആമേൻ. आमीन.
ആമേൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വചനവുമുണ്ട്, സ്വർഗത്തിൽ പുറപ്പെടുന്ന ശബ്ദവുമുണ്ട്. उसका मतलब स्वर्ग से उतरकर आने वाला वचन भी है और स्वर्ग से ऐलान किया गया वाणी भी है. ആമേൻ. आमेन. ഇപ്പൊ സഭ എന്ന് പറയുന്നത് സ്വർഗത്തിൽ മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്ന കൂട്ടമാണ്. आमेन. कलीसिया वो झुंड है जो स्वर्ग की घोषणा को सुनने वाले, आवाज को सुनने वाले झुंड അതുകൊണ്ട് ഞാൻ है. പറയാം, और एक बार कहता हूं, സ്വർഗത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം അവിടെ മുഴങ്ങുന്ന അതേ തലത്തിൽ കേൾക്കുന്ന കൂട്ടത്തിന്റെ പേരാ സഭ. आमेन. स्वर्ग में जो आवाज जैसे गूंज रही है उसी सामर्थ्य में उस आवाज को सुनने के लिए चुना गया हुआ झुंड है कलीसिया. ആമേൻ. ആമേൻ. आमेन. അതുകൊണ്ടാ കാനാവിലെ കല്യാണം പറഞ്ഞ് തീർക്കുന്ന ഒരിടമല്ല സഭ. आमेन. इसलिए कलीसिया वो जगह नहीं जहां पर काना की शादी के चमत्कार को कहकर हम समाप्त करते हैं. ഓ രക്ഷം സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ മുടന്തം തുള്ളിച്ചാടിയത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരിടമല്ല സഭ. और उस सुंदर फाटक, उस मंदिर के फाटक में वो जो कोड़ी व्यक्ति चंगाई हो गया उसके बारे में, लंगड़ा व्यक्ति चंगाई हो गया उसके അപ്പോസ്തല बारे में, പ്രവൃത്തി 28 അധ്യായം കൊണ്ട് തീർന്നെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പല്ല സഭ. അതിനപ്പുറത്ത് ചലിക്കുന്നത് മനസ്സിലാക്കുന്ന കൂട്ടമാണ് സഭ. आमेन. प्रेरितों का कार्य 28वें अध्याय में समाप्त करने वाली झुंड नहीं है कलीसिया, पर उसके आगे उसे कंटिन्यू करने वाला झुंड है कलीसिया. ആമേൻ. आमेन. അപ്പോസ്തലന്മാരിൽ മൂവ് ചെയ്തിട്ട് റിട്ടയറായ ആത്മാവിനെ കൊണ്ട് നടക്കുന്ന സഭയല്ല ദൈവസഭ. ഇന്നും പ്രവർത്തിക്കുന്ന ആത്മാവിനെ വഹിക്കുന്നവരുടെ കൂട്ടമാണ് ദൈവസഭ. प्रेरितों के बीच जिस आत्मा ने कार्य किया उसको रिटायर हो गया, उस आत्मा को लेकर हम नहीं चलते, पर आज भी कार्य करने वाले पवित्र आत्मा के साथ चलने वाला झुंड है कलीसिया. ആമേൻ. आमेन. പൗലോസിന്റെ അധരത്തെ ഉപയോഗിച്ച അതേ ആത്മാവ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞിനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഇടത്തിന്റെ പേരാ ദൈവസഭ. पौलोस के जुबान को जिस पवित्र आत्मा ने उपयोग किया वही पवित्र आत्मा यहाँ के छोटे बच्चे को भी उपयोग करेगा. ये विश्वास करने वाला झुंड है कलीसिया. ആമേൻ. आमेन. ആമേൻ. തിരിച്ചറിവാകാത്ത കുഞ്ഞിനെ കൊണ്ട് പ്രവചിപ്പിക്കാൻ കഴിയുന്ന ഒരു ആത്മാവ് ഇന്ന് ദൈവസഭയ്ക്കകത്തുണ്ട്. आमेन. वो बच्चा जो सही गलत को नहीं समझता उस बच्चे से भी नबुवत करा सके, ऐसे पवित्र आत्मा कलीसिया के अंदर है. ആമേൻ. आमेन. ഒരു ബാലകന്റെ കയ്യിലിരുന്ന അപ്പത്തെ 3 ദിവസം മറന്ന് ഇരിക്കത്തക്കവണ്ണം ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാൻ കഴിഞ്ഞ അതേ ആത്മാവിന് ഇന്നും ഇവിടെ ചലിക്കാൻ കഴിയും. वो बालक जो 3 दिन अपने हाथ में जो रोटी है उसे भूलकर जैसे आत्मा की उपस्थिति में बैठा, वही आत्मा की उपस्थिति रहने वाला जगह है कलीसिया. ആമേൻ. ആമേൻ. ഇപ്പൊ സഭ ഒരു ചെറിയ സംഭവമല്ല, സഭ ഒരു മഹാസംഭവം. तो कलीसिया एक छोटी बात नहीं, कलीसिया सबसे बड़ी बात है. ആമേൻ. आमीन. ആമേൻ. ആമേൻ. അപ്പൊ നമ്മൾ അതിലായിരിക്കുന്നുള്ള ചിന്ത നമുക്ക് വേണം. तो हम उस कलीसिया के अंदर बैठे हैं, ये समझ हमारे अंदर होनी चाहिए. ആമേൻ. അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനത്തിലാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നതല്ല വരുന്നത്, ഇതിൻ്റെ കർത്തൃത്വം ആർക്കാണോ അദ്ദേഹം എന്ത് ഇഷ്ടപ്പെടുന്നു അതായിരിക്കും സഭയിൽ വരുന്നത്. और अगर हम ये जानते हैं कि हम इस संविधान के अंदर है तो हमें जो पसंद है वो सुनने के लिए नहीं, पर इसका जो प्रभु और मालिक है उसे जो पसंद है वो सुनने के लिए हम तैयार होंगे. ആമേൻ. ആമേൻ. आमीन. അതാണ് നമ്മുടെ കരുത്ത്. हमारा बल उसी बात में है. നമ്മുടെ ജഡത്തിന് ഇഷ്ടമുള്ളതെല്ലാം കൂടെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമായി സഭ മാറിയാൽ, अगर कलीसिया ऐसी जगह बन जाए जो हमारे शारीरिक चीजों को सब संभाल लेंगे, ऐसा एक जगह अगर बन जाए, കർത്താവ് ചാട്ടവാറടിച്ച ആലയം പോലായി നമ്മുടെ ആലയം മാറും. तो हमारा कलीसिया भी परमेश्वर ने जैसे छड़ी लेकर उनको मारा, चाबुक लेकर मारा, वैसे समान की जगह बन जाएगी. കാരണം അതാ പഴയ നിയമത്തിൽ ആലയത്തിന്റെ ഇടപാട് മുഴുവൻ മനുഷ്യനിലേക്ക് ദൈവം കൈമാറിയപ്പോൾ
മനുഷ്യന്റെ ഇഷ്ടത്തിൽ ആലയം മൂവ് ആകാൻ തുടങ്ങി. क्योंकि पुराने करार में परमेश्वर के मंदिर की बातों को जब मनुष्य संभालने लगे, सभी बातें मनुष्य के रीति के हिसाब से आगे बढ़ने लग गई. ആമേൻ आमेन. ആമേൻ. ഇത് ക്ലിയർ ആയിട്ട് ചെയ്യണേ. മനുഷ്യന്റെ കയ്യിലോട്ട് ദൈവ ആലയത്തിന്റെ മുഴുവൻ ഇടപാടും ദൈവം കൈമാറി. और परमेश्वर ने अपने मंदिर के जिम्मेदारियों को मनुष्य के हाथों में सौंपा. ഒറ്റ കാര്യമേ ഉള്ളൂ, മഹാപുരോഹിതൻ കയറി ചെല്ലുമ്പോൾ ദൈവം ഇടപെടും, ബാക്കിയുള്ളത് മുഴുവൻ മനുഷ്യന്റെ കയ്യിലായി. सिर्फ एक ही बात अलग थी कि जब महापुरोहित जाएगा परमेश्वर उससे बातें करेगा, बाकी सब कुछ मनुष्य के नियंत्रण में है. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഇടപാട് ഒരു പർദ്ദയുടെ അകത്ത്, हाँ, ഒരു मनुष्य കർട്ടന്റെ അകത്ത് മാത്രം ഒരാൾ മാത്രം അറിയുന്ന ഒരു സംഭവമായി പഴയ നിയമത്തിൽ ആലയം മാറി. परमेश्वर और मनुष्य के बीच की जो संवाद है, बातें हैं, वो पर्दे के पार एक व्यक्ति में सीमित रहने वाला संविधान में बदल അത് गया. മഹാപുരോഹിതന് മാത്രമേ ഉറപ്പുള്ളൂ ദൈവം വന്നോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. और सिर्फ महापुरोहित को ही पता है परमेश्वर आया या नहीं. ബാക്കിയുള്ളവരെല്ലാരും മഹാപുരോഹിതൻ പറയുന്ന വാക്കിൽ വിശ്വസിച്ചു പോകുന്നവരായി. और बाकी सब लोग महापुरोहित के बातों पर विश्वास करके बढ़ने वाले लोग. അതാണ് പഴയ നിയമ ആലയം. पुराने करार का आलय वैसा था. കുറച്ചായപ്പോ ദൈവം വരാതായി. फिर कुछ समय बाद परमेश्वर नहीं आता था, മനുഷ്യന്റെ ഇഷ്ടങ്ങൾ അവിടെ ഇറക്കാൻ തുടങ്ങി. क्योंकि उस स्थान पे मनुष्य अपनी इच्छाओं को लाने लगा. മനുഷ്യന്റെ ഐഡിയാസ് അവിടെ ഉപയോഗിക്കാൻ തുടങ്ങി. मनुष्य अपनी युक्तियों को इस्तेमाल അത് करने लगा വിൽക്കലും വാങ്ങലുമായി മാറി. और वो लेन देन का धंधा बन गया. ആദ്യം യാഗവസ്തുവിനെ കൊണ്ടുവരുന്ന ആലയമായിരുന്നെങ്കിൽ ഇപ്പൊ യാഗവസ്തുവിനെ ജനമല്ല കൊണ്ടുവരുന്നത്, അത് കച്ചവടച്ചരക്കായി. पहले अगर बलिदान देने वाले जानवर को लाने का वो जगह था, तो अभी वो आलय ऐसा जगह बन गया जहां लोग नहीं ला रहे, पर वहां पर लेन देन करने के लिए लोग बैठे हैं. ഒറിജിനൽ ആലയം എന്തായിരുന്നു? सच का आलय क्या था? ഒരു ആരാധകൻ യാഗവസ്തുവിനെ കൊണ്ടുകൊണ്ടത് അതിനെ വീട്ടിൽ തന്നെ വേർതിരിച്ച് പ്രത്യേക നിലയിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അർപ്പിക്കേണ്ട ഓൾട്ടർ അർപ്പിച്ച് പ്രത്യേകം വ്രതം എടുത്തിട്ട് ഈ യാഗവസ്തുവിനെയും കൊണ്ട് ആലയം എവിടെ ഉണ്ടോ അവിടം വരെ ഇവൻ സഞ്ചരിക്കണം. तो पुराने करार में सच में एक आराधक अपने बलिदान को समर्पित करने से पहले ही वो अपने मन को तैयार करे, अपने मनोभाव को तैयार करे, वेदी को तैयार करे, और फिर वो उस बलिदान को लेकर യാഗവസ്തുവിനെയും പ്രിപ്പയർ ചെയ്യണം. और वो बलिदान के उस जानवर को भी तैयार करे, और അതിനെ फिर जाए. സെപ്പറേറ്റ് ചെയ്യണം. उसे अलग रखना है, എന്നിട്ട് വേണം ഈ യാഗവസ്തുവിനെയും കൊണ്ട് ആലയം വരെ എത്താൻ. और फिर उस बलिदान के जानवर को लेकर उस वेदी तक पहुंचना है. ഈ യാഗവസ്തുവിനെ തൻ്റെ വീട്ടിലെ വേലക്കാരനെ കൊണ്ടോ തൻ്റെ വീട്ടിലെ ശുശ്രൂഷകന്മാരെ കൊണ്ടോ അവിടെ എത്തിക്കാനൊക്കത്തില്ല, ഈ വ്യക്തി തന്നെ കൊണ്ടുപോകണം. वो बलिदान की वेदी को वो अपने सेवकों से, दासों से नहीं, पर ये आराधक खुद अपने घरों से वो ഇത് उठा ले जाए. നടക്കുമ്പോ ആ വിശുദ്ധ സ്ഥലത്ത് പരിശുദ്ധ സ്ഥലത്ത് ദൈവം താനേ ഇറങ്ങി വരുമായിരുന്നു. और जब आराधक ये काम करता था, सब करता था, परमेश्वर खुद वहां पर उतर कर आता था अति पवित्र स्थान में. അത് പരിശുദ്ധ ആരാധന എന്ന് പറയും. और वो अति पवित्र आराधना അത് कहलाता था. ദൈവം ഇറങ്ങി വന്ന ആരാധന എന്ന് പറയും. परमेश्वर उतर कर आया ऐसी आराधना बोलते ഇതിനകത്ത് हैं. മനുഷ്യൻ ഐഡിയ കയറ്റാൻ തുടങ്ങി. और उसी बात में जब मनुष्य अपने बुद्धि को उपयोग करने മനുഷ്യന്റെ लगा, ഇഷ്ടങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. मनुष्य का इच्छाएं प्रकट होने लगी. ഇപ്പൊ സെപ്പറേഷൻ ഇല്ല വീട്ടിൽ. अभी घर में कोई अलग पद नहीं है. യാഗവസ്തുവിനെ വീട്ടിൽ വേർതിരിച്ച് നിർത്താറില്ല. बलिदान के जानवर को अलग नहीं रखते. വീട്ടിൽ ഒരു പ്രത്യേക ഒരുക്കമില്ല. घर में कोई खास तैयारी नहीं हो रही. എല്ലാ യാഗത്തിന്റെ ഇടപാടുകളും ഇപ്പം ആലയത്തിലായി. और सारे बलिदान की बातें अभी जो है आलय में आकर करने लगे. ആമേൻ. ഇത് സഹിക്കാൻ പറ്റാഞ്ഞവനാ നമ്മുടെ യേശു കർത്താവ്. और ये सब सहन नहीं कर पाया हमारा प्रभु यीशु. യേശു ചാട്ടവാറും കൊണ്ട് വന്ന് അടിച്ചു പുറത്താക്കിയതല്ല. यीशु ने चाबुक से मारकर उन्हें बाहर निकाला. ആമേൻ ആമേൻ. അന്നും ദൈവത്തിന് വരണമെന്ന ആഗ്രഹം ഇന്നും ദൈവത്തിന് വരണമെന്ന് തന്നെയാ. और तभी जो परमेश्वर चाहता था कि वहां पर आए, आज भी वो परमेश्वर चाहता है कि मैं उतर कर आऊं. ആമേൻ आमेन. ആമേൻ.
ദൈവത്തിന് എല്ലാ ആരാധനയിലും വരണമെന്ന് കൊതിയ. परमेश्वर को ये बहुत ही इच्छा है कि वो हर आराधना में उतर कर आए. പക്ഷെ നിന്റെ ഐഡിയ കേട്ടാൽ അവിടെ വരത്തില്ല ദൈവം. अगर आप आपकी बुद्धि उपयोग करे तो परमेश्वर उतर कर नहीं ആമേൻ. आएगा. നിന്റെ ഇഷ്ടങ്ങൾ അവിടെ വിളമ്പിയാൽ കർത്താവോട് വരത്തില്ല. अगर आप आपकी इच्छाओं को वहां पर प्रमुख रखे तो परमेश्वर उतर कर नहीं आएगा. യാഗവസ്തുവിന് പോലും ദൈവം കുറച്ച് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. बलिदान की जानवर के बारे में भी परमेश्वर ने कुछ शर्तों को रखा था. അതരുത്, ഇതരുത്, കുളമ്പ് പിളർന്നതരുത്, जो है वो മുനമുള്ളതരുത്, जानवर ഇതെല്ലാം ദൈവം പറഞ്ഞിട്ടുണ്ട്. परमेश्वर ने कहा था कि बलिदान की जानवर बलहीन नहीं होनी चाहिए, कोड़ी नहीं होनी चाहिए, वो सहमत रहने वाली होनी चाहिए. എന്നിട്ട് ചില ടൈപ്പ് മൃഗങ്ങൾ അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. और परमेश्वर ने कहा कि कुछ तरीके के जानवर बिल्कुल नहीं चलेंगे. അതിന്റെ കാരണം എന്താ? उसका कारण क्या है? നീ കൊടുക്കുന്ന ആരാധന നിന്റെ കയ്യിലെ വിശുദ്ധമായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട്. क्योंकि परमेश्वर को ये बहुत ही इच्छा थी कि आप जो आराधना सौंपते हो वो पवित्र आराधना हो. അതിന് മറുവശം ഞാനൊന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും. उसका दूसरा भाग में मैं आपको कहता हूं. നിങ്ങൾ ശ്രദ്ധിച്ചേ, പഴയ നിയമത്തിലാണ് ആഹാരം കഴിക്കുന്നതിന് വ്യവസ്ഥയുള്ളത്. पुराने करार में खाना खाने का भी नियम दिया गया है. ആമേ, അത് കഴിക്കല്ലേ, ഇന്ന മൃഗത്തെ കഴിക്കരുത്, ഇങ്ങനെ ചത്തതിനെ കഴിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. वचन में लिखा है पुराने करार में कि ऐसे तरीके के जानवरों को नहीं खाना, ऐसे बातों की जो है लहू है वैसे जानवरों को नहीं खाना, ऐसे सब नियम किए गए हैं. പുതിയ നിയമത്തിൽ നീ സ്തോത്രം പറഞ്ഞ എല്ലാം വിശുദ്ധം. पर नए करार में आपके हाथ में जो खाना आए, आप उसको अगर स्तुति दे प्रभु के लिए तो वो आप खा सकते हो. ആമേ, അതിന് പവറില്ല. क्योंकि उसका कोई सामर्थ्य ही नहीं बाकी അതിന് है. പുതിയ നിയമത്തിൽ അത്രയ്ക്ക് പവറാ നമ്മുടെ സ്തോത്രത്തിന്. क्योंकि नए करार में परमेश्वर की स्तुति जो हम देते हैं उसका उतना सामर्थ्य है. നമ്മൾ ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ വായിന്ന് വരുന്ന സ്തോത്രം മതി ഏത് പോയിസനെയും കരിച്ചു കളയാൻ. आमेन. अगर परमेश्वर के साथ हमारा अच्छा रिश्ता है तो हमारे मुंह से आने वाला एक स्तुति काफी है सारे जहर को तबाह कर देने के लिए. അതുകൊണ്ടാ പറഞ്ഞ മരണകരമായി ഇതെന്തു കുടിച്ചാലും നിനക്ക് ഹാനി വരത്തില്ല. इसके लिए वचन कहता है कि मृत्यु लाने वाली कोई भी चीज तू पी भी ले तू मरेगा नहीं. ആമേൻ, आमेन. ആമേൻ. ഇപ്പൊ ദൈവത്തിന് നിന്റെ ശരീരം പോലും വിശുദ്ധമായിരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാ. इसलिए परमेश्वर ये चाहता है कि आपका शरीर भी पवित्र बना रहे. അതിന്റെ കാരണം എന്താ? उसका कारण क्या? നിന്റെ ശരീരത്തിൽ ഒരു തരത്തിലുള്ള രോഗം വരുന്നത് പോലും പഴയ നിയമത്തിൽ ദൈവത്തിന് ഇഷ്ടമല്ല. क्योंकि आपके शरीर में कोई रोग भी आए पुराने करार में परमेश्वर को वो बिल्कुल पसंद नहीं था. ആമേൻ, आमेन. ആമേൻ. ഇച്ചിരൂടെ എടുത്തു പറഞ്ഞാൽ നിന്റെ ശരീരത്തിലെ എല്ലാ കൗണ്ടും നോർമൽ ആയിരിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ് ദൈവം. और मैं गहराई से कहूं कि परमेश्वर ऐसा है जो चाहता है आपका शरीर का हर काउंट नॉर्मल रहे. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കുക, ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി യാത്രയിൽ അവർ രോഗികളാകത്തില്ല. इसलिए इस्राएली अपने मरुस्थल के सफर में कोई भी रोगी नहीं बने. ആമേൻ, आमेन. അവരിൽ ബലഹീനർ ഉണ്ടായിരുന്നില്ലെന്ന് എഴുതിയേക്കുന്നു. वचन कहता है कि उनमें कोई बलहीन नहीं था. നമ്മുടെ ഭാഷ പറഞ്ഞ വൈറ്റമിൻ കുറവും വൈറ്റമിൻ സിയും ഡിയും കുറവുള്ളവരൊന്നും ഇല്ലായിരുന്നു. हमारे भाषा में कहे तो विटामिन सी बी इसके कोई कमियां नहीं, ऐसे लोग वहां पर थे. പ്രഷർ ഷുഗർ ഉള്ളവരുണ്ടായിരുന്നില്ല. उनका सबका बीपी शुगर सब जो है कोई दिक्कत नहीं था. ഈസ്നോഫൈൽസ് ഉണ്ടായിരുന്നവരുണ്ടായിരുന്നില്ല. स्नोफाइल्स वाले लोग नहीं थे. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे हैं? കർത്താവ് അത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നു. क्योंकि परमेश्वर आरोग्य का उतना ध्यान पूर्वक था. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? कितने लोग समझ पा रहे हैं? കർത്താവിന് സഭ തുടങ്ങിയപ്പോ ഒരു കാര്യം മനസ്സിലായി. कलीसिया को जब शुरुआत किया था एक बात समझ में आई. നാഗാലാൻഡുകാർ കാണും, नागालैंड के लोग होंगे, അവര് പട്ടിയെ തിന്നും, वो जो है हाँ वो कुत्ते को खाते हैं, പാമ്പിനെ തിന്നും. वो सांप भी खाते हैं. അപ്പൊ ഓരോരോ ആഫ്രിക്കക്കാരുണ്ട്, അവരെന്തൊക്കെയാ തിന്നുന്നത് പറയാൻ പറ്റും. अफ्रीकन लोग हैं वो क्या क्या खाते हैं हम नहीं बोल सकते. ചൈനക്കാരുണ്ട്, അനങ്ങുന്ന എല്ലാത്തിനും പിടിച്ചു തിന്നും. चाइना के लोग हैं वो जो भी हिलता है वो सब कुछ खाते हैं. അവരുടെ മാർക്കറ്റ് കണ്ടിട്ടില്ലേ? അനങ്ങുന്ന എല്ലാ സാധനവും അവിടെ ഫ്രൈയാ. उनके उनके मार्केट में जाओ जो भी वस्तु हिलता है सब फ्राई അല്ല, करके നമ്മൾ खाते हैं. ചിരിക്കാൻ പറഞ്ഞ കർത്താവിന് ഇതറിയാം. परमेश्वर ये जानता അതുകൊണ്ട് है. യേശു വന്നിട്ട് 3.5 വർഷം ആഹാരകാര്യം മിണ്ടിയേയില്ല. ओ इसलिए जब यीशु धरती पर आया वो 3.5 साल में कुछ भी खाने के बारे में बोला ही नहीं. ആ പുത്രന്റെ അപ്പൻ
പിതാവായ ദൈവം യഹൂദന്റെ അടുക്ക വന്നിട്ട് ആഹാരം പ്രസംഗിച്ചു. पर उस पुत्र का पिता परमेश्वर यहूदियों के पास आकर खाने के बारे में प्रचार किया. ആമേൻ, ആമേൻ. അപ്പോൾ ശുദ്ധീകരണത്തിന്റെ സ്റ്റൈല് മാറി ആമേൻ. പുതിയ നിയമത്തിൽ വന്നപ്പോ तो नए करार में शुद्धिकरण का तरीका बदल गया. ആമേൻ, ആമേൻ. പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ നിയമത്തിലെ വിശുദ്ധീകരണത്തിന്റെ സ്റ്റൈല്. तो नए करार में जो शुद्धिकरण का तरीका है वो पुराने करार से बहुत अलग हो गया. ആമേൻ, आमेन. ആമേൻ. നിങ്ങളെ ഇപ്പൊ നോക്കിയാല് ഈ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഹെൽത്തിയസ്റ്റ് മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്ത രാജ്യം ഏതാന്ന് പറയാം? तो दुनिया में सबसे जो है आरोग्य या सबसे अच्छा दवाई उत्पन्न करने वाला राज्य कौन सा है पता है? പറയാം. ഏറ്റവും കൂടുതൽ മെഡിസിനുകൾ, ഏറ്റവും ബെസ്റ്റ് മെഡിസിനുകൾ, ഡ്രഗ്സ് അല്ല, മെഡിസിനുകൾ. जो है सबसे अच्छा दवाई, ड्रग्स नहीं, अच्छा दवाई. കാരണം നിങ്ങൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അവിടെ എഴുതി വെച്ചേക്കുന്ന എങ്ങനെയാണെന്നറിയോ? ड्रग्स एंड केमिस्ट, ഏ ड्रग्स एंड മെഡിസിൻസ് എന്ന്, ഡ്രഗ്സ് ആൻഡ് കെമിസ്റ്റ് അങ്ങനെ എഴുതിയത്. എന്ന് പറഞ്ഞാൽ മിക്ക മെഡിസിനുകളും കഴിച്ചാൽ മറ്റൊരു രോഗം ഉണ്ടാവും. तो उसका मतलब यह है कि कोई भी दवाई खाए तो अगला रोग का तैयारी है. നമ്മുടെ ഇവിടെ ഒരു ഡോക്ടർ ഇരിപ്പുണ്ട്, പറയത്തില്ല, അവർ സമ്മതിക്കത്തില്ല. നേഴ്സ് ഉണ്ട്, സമ്മതിക്കത്തില്ല. हमारे बीच डॉक्टर है, नर्स है, पर वो इस बात से सहमत नहीं है. കാരണം ഏത് ഒരുമാതിരിപ്പെട്ട എല്ലാ മരുന്നെടുത്താലും അത് കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ നിങ്ങൾ മറ്റൊരു രോഗിയാണ്. क्योंकि कोई भी दवाई अगर निरंतर अगर आप ले तो अगला एक रोग की ओर वो हमें ले पहुंचाता है. പക്ഷെ ഈ രാജ്യം ഉണ്ടാക്കിയ മെഡിസിൻ എന്ത് കഴിച്ചാലും സൈഡ് ഇഫക്റ്റ് ഇല്ല. पर एक ऐसा राज्य है जो सबसे अच्छा दवाई बनाता है, आ- उसका खाए तो कोई साइड इफेक्ट नहीं ആ है. രാജ്യത്തിന്റെ പേര് ഇസ്രായേൽ. और उस राज्य का नाम है इस्राएल. മെഡിക്കൽ ഫീൽഡിൽ ഇത്രയും നോബൽ പ്രൈസ് നേടിയവർ വേറൊരു രാജ്യത്തും ഇല്ല. जो है मेडिकल फील्ड में इतना ज्यादा इनाम पाया हुआ और कोई भी राज्य नहीं है. അതിന്റെ കാരണം എന്താണെന്നറിയോ? അവരോട് മാത്രമേ ദൈവം हेल्थ कॉन्शियस ആയിട്ട് ഇടപെട്ടിട്ടുള്ളൂ. वाओ, उसका कारण क्या है? क्योंकि परमेश्वर ने केवल उसी राज्य से आरोग्य पे ध्यान रखकर उनसे मोटिवेट किया. ആമേൻ, ആമേൻ. എത്ര പേർക്ക് പിടികിട്ടുന്നുണ്ട്? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? कितने लोग समझ पा रहे हैं? ഞാൻ ഒരു ഷുഗർ പേഷ്യൻ്റ്. मैं एक शुगर पेशेंट था, അപ്പം ഞാൻ ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട്. तो मैं इंसुलिन उपयोग करता हूँ. വേൾഡിൽ ഇൻസുലിൻ കണ്ടുപിടിച്ച രാജ്യം ഇസ്രായേലാണ്. और इंसुलिन ढूंढ निकाला राज्य इस्राएल है. ഒരു രാജ്യത്തിന് ഇതുവരെ അത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. और कोई राज्य भी उसका उत्पन्न नहीं कर पाया. അവരുടെ പ്രൊഡക്റ്റ് ഇന്നും വേൾഡ് മൊത്തം ഉള്ളൂ. दुनिया भर में भी अभी उनका ही इंसुलिन डिस्ट्रीब्यूट അപ്പം होता है. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചായിരുന്നു, വന്ന നേഴ്സുമാരോടും ചോദിച്ചു, ഇതിന് പകരം വേറെ ഇൻസുലിൻ ഉണ്ടോ? मैंने वहाँ के नर्सेस से पूछा था, इस इंसुलिन के बदले में അവർ और कोई പറഞ്ഞ इंसुलिन है क्या? എന്താണെന്നറിയോ? ഇസ്രായേലുകാരുടെ ഉള്ളൂ ഇൻസുലിൻ. उन्होंने बोला कि सिर्फ इस्राएली लोगों के पास ही है इंसुलिन. ഇൻസുലിൻ ഒരു മെഡിസിൻ അല്ല, इंसुलिन एक दवाई नहीं നമ്മുടെ है, ശരീരത്തിലുള്ള ഒരു സാധനമാണ്. हमारे शरीर में है वैसी एक അത് चीज है. നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാകുന്നതാണ് ഷുഗർ എന്ന് പറയുന്നത്, ഡയബറ്റിക് എന്ന് പറയുന്നത്. और वो हमारे शरीर में कम होते जाता है, उसके लिए हम डायबिटिक हो അപ്പൊ അത് जाते हैं. നമുക്ക് തരണം. तो वो इंसुलिन हमको दिया जाना है. ആമേ, അത് അവരെ കണ്ടുപിടിച്ചത്. और ये बात इसराइलियों ने ढूंढ പിന്നെ निकाला. ഈ ശരീരത്തിലുള്ള ഒരു സാധനം കണ്ടുപിടിക്കണമെങ്കിൽ മറ്റു രാജ്യത്ത് കണ്ടുപിടിക്കാർക്ക് പറ്റത്തില്ല, അത് ഇസ്രായേലിനെ പറ്റൂ. अगर इस शरीर के अंदर के कुछ चीज को ढूंढ निकालना है तो कोई और राज्य नहीं कर सकता, इसराइल ही कर सकते हैं. ആമേ, ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ये मैंने आपसे क्यों നമ്മുടെ कहा? ദൈവം അത്രയ്ക്ക് നമ്മളെ കുറിച്ച് ബോധവാനാ. हमारा परमेश्वर हमारे प्रति उतना बोध और समझ रखता है. ആമേ, പഴയ നിയമത്തിൽ ഇസ്രായേൽ അത്രയ്ക്ക് പ്രധാനമായിരുന്നെങ്കിൽ ഇന്നിന്റെ കാലത്ത് ഏറ്റവും പ്രധാനം സഭയാ. अगर पुराने करार में इस्राएल उतना मुख्य था तो नए करार में कलीसिया मुख्य है. അതുകൊണ്ട് കലീസിയായോട് എന്താ പറഞ്ഞേ? तो कलीसिया के बारे में क्या നീ कहा? പറ സ്തോത്രം, तू स्तुति कर, ഞാൻ ബ്രേക്ക് ചെയ്യാം. मैं चीजों को तोड़ूंगा. നീ പറ സ്തോത്രം, तू स्तुति बोल, ഞാൻ മരണത്തെ പിടിച്ചു നിർത്താം. मैं मृत्यु को वहां रोक दूंगा. നീ ചൂണ്ട അതിന്റെ നേരെ, तू तेरे हाथ को ഞാൻ बढ़ा, അതിനെ ബ്രേക്ക് ചെയ്യാം. मैं उसे तोड़ दूंगा. സഭയെ
ഈ ബോധത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ. कलीसिया हमें समझ में आगे बढ़े. ഒരു രോഗവും നിന്നെ ഒതുക്കത്തില്ലെന്ന്. कोई भी रोग तुझे सीमित नहीं करेगा. നീ ആ രോഗം നിന്നെ വിട്ടു മാറിയില്ലേലും वो रोग तुझसे दूर ना जाए तो ഞാൻ भी ഗ്യാരണ്ടി തരുന്നു, मैं तुझे यकीन ആ दिलाता हूं, രോഗത്തിന് നിന്നെ കീഴടക്കാൻ കഴിയത്തില്ല. वो रोग तुझ पर कब्जा नहीं कर നീ पाएगा. ആ രോഗത്തെ കീഴടക്കും. तू उस रोग पर कब्जा करेगा. आमेन. അന്തരാദിയാന. നീ ആ വെല്ലുവിളിയെ കീഴടക്കും. तू उस रोग को कब्जा करेगा. കാരണം എന്താ? उसका कारण ഈ क्या है? ഭൂമിയിൽ इस धरती में ദൈവത്തിന് ഒരു സിംഹാസനമേ ഉള്ളൂ. परमेश्वर का एक ही सिंहासन അതിന്റെ है. പേരാ സന്തോഷ്. उसका नाम है അതിന്റെ संतोष. പേരാ നീ. उसका नाम है അതിന്റെ आपका പേരാ नाम बोलो. സഭ. उसका नाम है അവൻ कलीसिया. ഇരിക്കുന്ന സിംഹാസനമാണ് നീയെങ്കിൽ अगर आप परमेश्वर बैठने वाला सिंहासन है ഭരണം നിന്റെ കയ്യില, तो राज आपके हाथों में, നിയന്ത്രണം നിന്റെ കയ്യില. नियंत्रण आपके हाथों में है. നിന്നെ കൊണ്ട് നിയന്ത്രിപ്പിക്കുന്നവനാ നമ്മുടെ ദൈവം. हमारा परमेश्वर वो है जो आपसे नियंत्रण करवाता है. ആമേൻ. आमीन. ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग समझ पा रहे हैं? എന്നെ ഈ സിറ്റുവേഷനിൽ ദൈവം പഠിപ്പിച്ച ഒരു കാര്യം, मेरे इस जो है अवस्था में परमेश्वर ने मुझे एक बात सिखाया. ഞാൻ അതിനു മുമ്പ് വരെ എൻ്റെ വിശ്വാസ ലെവലിൽ ഞാൻ ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ടായിരുന്ന ഒരാളാന്നേ പറയത്തു. और उसके पहले मैं ये कहूंगा कि मेरे विश्वास के स्तर में बहुत सीमाएं मैंने रखी കാരണം थी. ഞാൻ വിചാരിച്ചത് കർത്താവ് സൗഖ്യമാക്കി, ഇല്ലെങ്കിൽ കാര്യം പോക്കാം. तो मुझे ऐसे लगता था कि परमेश्वर चंगाई देगा, नहीं तो कोई बात नहीं है. അപ്പൊ ഞാൻ വിചാരിച്ച പൂർണ്ണ സൗഖ്യമാണ് കർത്താവിൽ നിന്ന് വരാനുള്ളത്. तो मैं ये विश्वास करता था कि परमेश्वर से पूर्ण चंगाई आने वाली है. പക്ഷെ ഇപ്പൊ 2-3 മാസമായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, पर ये पिछले 2-3 महीने से मुझे एक बात समझ में ആ आ गई. വെല്ലുവിളി അവിടെ നിന്നാലും അതിനെ എന്നെ കീഴടക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിന്റെ മണ്ട കയറി നിൽക്കുക. आमेन. वो चेतावनी वहां पर है, वो मुझ पर कब्जा नहीं कर सकती, पर मैं उस पर कब्जा कर कर बढ़ रहा हूं. आमेन. आमेन. ആമേൻ. 2020 മുതൽ ലാസ്റ്റ് വീക്ക് വരെ ഞാൻ 2, പിന്നെ ചിലപ്പോൾ 3, ചിലപ്പോൾ 4, ചിലപ്പോൾ 6 ടാബ്ലറ്റ് വരെ എടുക്കുന്നുണ്ടായിരുന്നു പ്രഷറിന്. और 2020 से पिछले हफ्ते तक ब्लड प्रेशर के लिए मैं 2, 4, 6 टैबलेट तक लेता था. ആമേൻ. ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ചോദിക്കണം, പ്രഷറിന് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിർത്താൻ പാടില്ല. जो मेडिकल फील्ड में है वो समझते हैं, जो भी ब्लड प्रेशर के लिए दवाई चालू करते हैं फिर रोक नहीं पाएंगे. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നീ പ്രഷറിൻ്റെ ഗുളിക കഴിക്കേണ്ട, നിനക്ക് അതിൻ്റെ ആവശ്യമില്ല. पिछले हफ्ते मेरे डॉक्टर ने मुझसे कहा कि आपका ब्लड प्रेशर का कोई दवाई तुम मत लो, तुम्हें ब्लड प्रेशर की दवाई की कोई जरूरत नहीं है. 4 വരും, ഒറ്റയടിക്ക് 4 നിർത്തി. एक ही शॉट में 4 दवाई को आउट कर दिया. ആമേൻ. आमेन. ആമേൻ. ആമേൻ. ഞാൻ അതിന് കീഴടങ്ങിയില്ല, അത് എനിക്ക് കീഴടങ്ങി. वो दवाई मुझे कब्जा नहीं कर पाई, मैंने उस दवाई को कब्जा कर लिया. പക്ഷെ അത് ഒരു ഗുളിക എഴുതി, उसके अंदर एक दवाई लिखा. അതെന്തിനാന്നറിയോ? वो क्यों है पता എന്റെ है? പ്രഷർ കൂടാൻ. मेरा प्रेशर बढ़ने के लिए दवाई लिखा है अभी. അപ്പൊ ഇപ്പൊ എന്റെ പ്രഷർ നോർമലി മേലോട്ട് പോണെങ്കിൽ ടാബ്ലറ്റ് കഴിച്ചാലേ പോകത്തുള്ളൂ. तो अभी अगर नॉर्मल से ऊपर जाना है तो दवाई खाएंगे तो ही जाएगा. ऐसे നമ്മുടെ बोल. ദൈവം ആരാ? हमारा परमेश्वर कितना सामर्थ्य है. ആമേൻ. आमेन. ആമേൻ. ആമേൻ. കർത്താവിന് എന്താ കഴിയാത്തത്? मेरे परमेश्वर को कुछ भी असंभव കർത്താവിന് नहीं. എല്ലാം കഴിയും. परमेश्वर से सब പക്ഷെ संभव. നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുക്കല്ലേ. पर हम हमारे बुद्धि को परमेश्वर के നമ്മുടെ सामने ला रहे ഐഡിയയിൽ അവൻ ഇറങ്ങി വരത്തില്ല. हैं. हमारे बुद्धि में परमेश्वर उतर कर नहीं കുറച്ച് आएगा. ഐഡിയ കൊടുക്കുമ്പോ ചാട്ടവാറും കൊണ്ടുവരും. थोड़ा बुद्धि हम परमेश्वर से बांटेंगे, परमेश्वर वो सुनकर चाबुक लेकर എന്നിട്ട് ആ आएगा. ബുദ്ധിയെ അടിച്ചു കളയാം, ലോജിക്കിനെ അടിച്ചു ദൂരെ കളഞ്ഞു വെച്ച് പിന്നെ നമ്മളെ പണിയും. आमेन. और वो हमारी सारी युक्तियों को बाहर निकाल देगा, फिर वो हमें बांधने लगेगा. आमेन. आमेन. ആമേൻ. आमेन. എന്നെ നോക്കുന്ന പേഴ്സണൽ ഡോക്ടറിന് ഒത്തിരി പ്ലാനിങ് ഉണ്ട്. मेरे डॉक्टर जो मुझे जिनका मैं कंसल्ट करता हूँ उनकी बहुत बड़ी योजना है. പുള്ളിയോട് ആദ്യം സംസാരിച്ചപ്പോൾ പുള്ളി പറയാത്ത പല പ്ലാനും പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും. पहले जब हम गए तभी उन्होंने जो नहीं कहा, फिर जब हम उनको विजिट करने लगे वो उन प्लानिंग के बारे में बताने ആദ്യം लगे. ചെന്നപ്പോഴേ എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ ഇത്ര ഉള്ളെന്ന് പറഞ്ഞ ആള് പിന്നെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും
പുള്ളിയുടെ പ്ലാനിങ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. पहले बार जब हम गए उन्होंने कहा कि ये इतना इतना ही प्रॉब्लम है, ये ऐसा ठीक हो जाएगा, पर उसके बाद वो अपने तरीके को बदलकर अपनी योजना പുള്ളി को അപ്ലൈ बदलने ചെയ്ത लगे। മുഴുവൻ പ്ലാനും എൻ്റെ ശരീരത്തിൽ ഫെയിലായി. और उन्होंने परिश्रम किया, वो सारा प्लान मेरे शरीर में असफल था। ഈ പ്രാവശ്യം ചെന്നപ്പോ എന്താ പറഞ്ഞു? എനിക്ക് തെറ്റുപറ്റിയെന്ന് ഡോക്ടർ പറയാ. और उन्होंने बोला उन्होंने बोला കേട്ട പുള്ളിയാ. वो डॉक्टर ने कहा कि मेरा जजमेंट रॉन्ग हो गया, मुझसे गलती हो गई, इसके लिए हम तरीका बदल അവന് के देखें। തെറ്റുപറ്റും. उनको उनसे गलती हो അവനല്ല എന്റെ സൃഷ്ടിതാവ്. क्योंकि वो नहीं है मेरा सृष्टिकर्ता, എനിക്കൊരുവനുണ്ട്. परमेश्वर मेरा सृष्टिकर्ता അവനാണ് है। എന്റെ സൃഷ്ടിതാവ്. वो परमेश्वर मेरा सृष्टिकर्ता आमेन। है। आमेन। അവന് തെറ്റുപറ്റത്തില്ല. परमेश्वर से कभी गलती नहीं അവൻ होती। ഇവിടെ ദൂത് പറയാ, और वो यहाँ पर कहता है, 1,00,000 പേരെ ഞാൻ നിനക്ക് തരും. मैं तुझे 1,00,000 लोग दूंगा, നീ രാജ്യങ്ങൾ സഞ്ചരിക്കും, तू राज्यों में നീ प्रवास, സഭകൾ तू സ്ഥാപിക്കും. कलीसिया को स्थापित ഇത് करेगा। അവിടെ കിടക്കുമ്പോ ये वाणी जब वहां पर है, നിന്റെ പ്ലാൻ എങ്ങനെ നടക്കും? हे तेरी योजना कैसे അവൻ चलेगी? പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. परमेश्वर ने योजना कर दी है। അവൻ ഈ പ്രശ്നം വന്നപ്പോഴല്ല പ്ലാൻ ചെയ്ത്. ये प्रॉब्लम आया तभी नहीं प्लान किया। അമ്മയുടെ ഉദരത്തിനകത്താകുന്നതിന് മുമ്പ് അവൻ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്ത് जो है तो है माँ के गर्भ में तुझे बोने से पहले ही तेरी योजना तैयार हो गई थी। ആമേൻ, ആമേൻ. ഇത് എന്റെ മാത്രം ഹിസ്റ്ററി അല്ല, ഇത് നിങ്ങളുടെ ഹിസ്റ്ററി. ये सिर्फ केवल मेरा इतिहास नहीं है, आपके लिए भी इतिहास है। ആമേൻ, आमेन। ആമേൻ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ആ സൗഖ്യത്തിന്റെ അഭിഷേകം ഇവിടെ മൂവാകുന്നു. आमेन। तो एक बात विश्वास कर लीजिए, वो चंगाई का अभिषेक यहाँ पर बह रहा है। നോർമൽ ആയ കൗൺസിൽ ഇപ്പൊ നോർമൽ ആകട്ടെ, सारे अब नॉर्मल काउंट अभी नॉर्मल हो जाए, നോർമൽ ആകട്ടെ. अब भी नॉर्मल हो जाए। ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിസ്ക്രിപ്ഷനെ ഞാൻ അഭിഷേകത്താൽ ഇന്ന് പകൽ വലിച്ചു കീറി കളയുന്നു. डॉक्टर्स അത് ഹീലാകട്ടെ. डॉक्टर्स ने लिखे सारे प्रिस्क्रिप्शन को अभी मैं मेरे ऊपर जो अभिषेक है, उस अभिषेक से मैं उसे काटता हूँ और अब भी चंगाई प्रकट हो जाए। आमीन, आमीन। ओ शाबाला സുബല ഹദരഗടഗസിയ. उडाबाला അബ്ദല റിഗദല പ്രൗഢ. പ്രഷറുകൾ നോർമൽ ആകട്ടെ. ഇപ്പോൾ प्रेशर अभी नॉर्मल हो जाए। ബ്ലഡ് പ്രഷറുകൾ ഇപ്പോൾ നോർമൽ ब्लड ആകട്ടെ. प्रेशर अभी नॉर्मल हो जाए। ഷുഗർ കംപ്ലൈന്റുകൾ ഇപ്പോൾ നോർമൽ ആകട്ടെ. शुगर का काउंट नॉर्मल हो जाए, നോർമൽ ആകട്ടെ. ഇപ്പോൾ नॉर्मल हो जाए। യേശുവിന്റെ നാമത്തിൽ यीशु के नाम में ഇപ്പോൾ സ്വീകരിക്കുക. अभी इस चंगाई को स्वीकार ഇപ്പോൾ कर, സ്വീകരിക്കുക. अभी इस चंगाई को स्वीकार करें। ഹദരബ ഹസദരാദി വൈഡബല ഹദരഗടഗസിയ ആംദൽ ഖൗഡബല ബഹദർ അഡല റുബല ഹദര बना दिया റോ ഷബദല उडाबाला शबाल थना दिया റൂ ഖദനഗടഗസിയ. समर्थ लगड़ग दिया താങ്ക് യു ലോർഡ്. रोबो शेबेर थे Thank you, दिया Lord. बालाबासिया। നമ്മുടെ ദൈവം നമ്മളെക്കാൾ അധികം നമ്മുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ദൈവമാണ് നമ്മൾ. हमारा परमेश्वर ऐसा परमेश्वर है जो हमसे भी ज्यादा हमारे आरोग्य का ख्याल रखना പക്ഷെ ഒരു चाहता है। കാര്യം പറയട്ടെ, എന്നും പറഞ്ഞുകൊണ്ട് തോന്നുന്ന പോലെ ജീവിക്കല്ലേ. उसके लिए मैं कहता हूं कि जैसा आपको लगता है वैसा नहीं जिए। ആമേ, ആമേ. आमेन। അങ്ങനെ ഞാൻ ഒരു കാലഘട്ടം ജീവിച്ചു. അതിന്റെ ദൈവം ടെസ്റ്റ് ഡോസ് തന്നായി. क्योंकि वैसा मैंने एक जिंदगी जिया है और उसके लिए थोड़ा एक टेस्ट डोज प्रभु ने मुझको दिया। ഇപ്പൊ ഞാൻ സമ്മതിച്ചു, ഓരോന്നോരോന്നിനകത്തും തന്നെ ദൈവം പുറത്തെടുക്കും. अभी मैंने सब मान लिया है और प्रभु मुझे एक एक चीज में से बाहर ला रहा है। ആമേ, आमेन, ആമേ. താമസിയാതെ അടുത്ത സാക്ഷ്യം വരും. आमेन। और जल्द ही मेरे पूरे चंगाई की गवाही आने वाली है। ആമേ. आमेन। അപ്പൊ മനസ്സിലാക്ക, ആരാധന എന്ന് പറയുന്നത് ദൈവം ഫുള്ള് കാര്യം മനുഷ്യനെ ഏൽപ്പിച്ചതാ പഴയ നിയമത്തിൽ. और पुराने करार में आराधना ये जो बात है, परमेश्वर ने पूर्ण तरीके से मनुष्य के हाथों में सौंपा പ്രസാദിക്കാൻ മാത്രം ഇറങ്ങി വരും ദൈവം. और सिर्फ उस आराधना में प्रसन्न होने के लिए परमेश्वर उतर कर आता है। ആമേൻ. അവരുടെ ആരാധന സ്വീകരിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ട മറുപടി കൊടുക്കാൻ വരും. उनकी आराधना को स्वीकार कर कर उन्हें जो उत्तर देना है वो देने के लिए परमेश्वर उतर कर आता है। ഇതായിരുന്നു പഴയ നിയമത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരുന്ന ഏക കാര്യം. पुराने करार में परमेश्वर केवल इस कार्यों को करता പക്ഷെ था। ഒറ്റ കാര്യം, पर एक बात, ആരാധനാ സ്ഥലത്തിന്റെ നീളവും വീതിയും അവിടെ എന്തൊക്കെ അത് കർത്താവ് പറയും. परमेश्वर ने उस आलय के लंबाई चौड़ाई इस सब के बारे में गिनती परमेश्वर का निर्णय। അവിടുത്തെ ഉപകരണങ്ങൾ, അവിടെയുള്ള എല്ലാ കാര്യവും, वहां के सारे यंत्र
जो भी बातें, जो पदार्थ साधन है, वो सब परमेश्वर निर्णय करता है। ശുശ്രൂഷയുടെ ഓർഡർ ഇതെല്ലാം കർത്താവ്. सेवकाई का क्रम परमेश्वर का निर्णय ഇത് है। പറഞ്ഞു കൊടുത്ത് അതിനകത്ത് തലയിടാൻ കർത്താവ് വരത്തില്ല. ये सब कहकर फिर उसके बीच दखलंदाजी करने परमेश्वर नहीं പിന്നെ आता। ഫുൾ ഫ്രീഡം മനുഷ്യനാ. फिर पूरी आजादी मनुष्य को है। മനുഷ്യൻ ഇതിനകത്തെല്ലാം അവന്റെ ഐഡിയ കയറ്റിയെന്ന്. मनुष्य ने इन सभी बातों में अपनी युक्ति को लाया അതിനെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റി. और उसको एक बिजनेस का जगह बना दिया। ആമേൻ. അതിനകത്ത് അകത്തെ പുരോഹിതന്മാരും കയ്യാന്ന്. और उस बात में पुरोहित लोग भी शामिल हो रहे थे। മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവം ആലയത്തിൽ നിന്ന് പോയി, പക്ഷെ ജനം ഇത് അറിഞ്ഞിട്ടില്ല. परमेश्वर मंदिर आलय से निकल गया, ദൈവം വരാതായിട്ട് നാളുകളായി. परमेश्वर नहीं आ रहा, लंबे समय से नहीं आ रहा है। പക്ഷെ പുറത്ത് ജനത്തിന്റെ ഇടയിൽ ഭയങ്കര ഓ എന്നോ ഇതാന്നറിയോ, पर बाहर झुंड के सामने वो बहुत ഭയങ്കര दिखावा कर रहे അഭിനയം, हैं। ഭയങ്കര അതിനെന്തോ ആ വേർഡ് പറയുന്നത്, दिखावा, एक्टिंग। ഷോ ഓഫ്. और वो सभी लोगों के सामने बहुत बड़ा दिखावा कर रहे हैं। ആ ഭയങ്കര ഷോ ഓഫ്. കർത്താവ് ഇപ്പം വന്നു, പറഞ്ഞു, എടുത്തു, ഇങ്ങനൊക്കെയാ പറയുന്നു. और वो ये ऐसा दिखावा कर रहे हैं, परमेश्वर अब भी आया, ऐसा कार्य किया, ऐसा बोला। ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? क्या आप समझ पा रहे हो? സാക്ഷാൽ ദൈവം മനുഷ്യനായിട്ട് ഇങ്ങോട്ട് വന്നു. और वो खुद परमेश्वर मनुष्य बनकर उतर कर आया, എല്ലാ ദിവസവും ആലയത്തിൽ പോകും. और वो हर दिन आलय में जाता था। കർത്താവിനറിയാം ഇവിടെ ആരുമില്ലെന്ന്. प्रभु जानता है कि इस आलय में कोई नहीं है। പക്ഷെ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ കർത്താവിന് കണ്ടപ്പോ മനസ്സിലായി ഇവന്മാര് മഹാകളമാരാണ്. पर वहां का सब तरीका देखकर परमेश्वर को समझ में आया कि ये लोग चालाक है। അവിടെ ദൈവം വന്നില്ലാത്തതിന്റെ തെളിവാണ് ആലയത്തിൽ കയറി പരിശുദ്ധാത്മ കിട്ടിയപ്പോൾ പുരോഹിത ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ട ആളല്ല യേശു. और इसके लिए जब यीशु वो व्यक्ति नहीं जो पुरोहित के सेवकाई के लिए नियुक्त किया गया था। പുരോഹിത ശുശ്രൂഷയ്ക്ക് ലേവി ഗോത്രക്കാരൻ വേണം. क्योंकि पुरोहित के सेवकाई करने के लिए लेवी गोत्र का व्यक्ति അല്ലേ? चाहिए। യേശു ഏത് ഗോത്ര? यीशु किस गोत्र का है? യഹൂദ ഗോത്ര. यहूदा गोत्र അപ്പൊ का है। പുരോഹിതനാകാൻ പറ്റുമോ? क्या वो पुरोहित बन सकता है? പക്ഷെ യേശു കയറി നേരെ അങ്ങ് യശയാവിന്റെ പ്രവചന പുസ്തകം തുറന്നു. पर यीशु डायरेक्ट आलय में जाकर यशायाह नबी के पुस्तक को खोला। അവിടെ പ്രമാണം തെറ്റുവാ. वहां पर न्याय व्यवस्था को वो जो है उसका उल्लंघन कर പക്ഷെ रहा है। അവിടെ ഒന്നും നടന്നില്ല. वहां पर उसके तरीका कुछ नहीं हुआ। യേശു ബൈബിൾ വായിച്ചിറങ്ങി പോരുന്നു. यीशु बाइबल पढ़कर वहां से निकल कर आया। അതുകൊണ്ടാണ് ശബത്ത് യേശു കയറി ചെല്ലും. और इसके लिए शबत में यीशु അവിടെ जाएगा। യഹോവയില്ല, वहां पर यहोवा അവിടെ नहीं है, സാന്നിധ്യം ഇല്ല. वहां उपस्थिति नहीं യേശു है। സൗഖ്യമാക്കി ഇറങ്ങിപ്പോ. यीशु ने चंगाई कर वहां से आगे बढ़ गया। ഇത് കണ്ട യേശു ये सब देखा हुआ ഒരു यीशु ദിവസം ചാട്ടവാരം കൊണ്ടും കയറി. एक दिन वो चाबुक लेकर आलय में गया। ഇപ്പൊ സൗഖ്യമാക്കാൻ വന്നല്ല, अभी वो चंगाई देने नहीं ബൈബിൾ आया, തുറക്കാൻ വന്നല്ല, बाइबल पढ़ने नहीं ഇവിടുത്തെ आया, കള്ളന്മാരെ അടിച്ചു പുറത്താക്കി. यहाँ के झूठों को भगाने आया है। അങ്ങനെ യേശു ഒരു വരവൂടെ വരും. वैसा यीशु और एक बार आएगा। ഗംഭീരനാദത്തോടെ, वो उस जोर की ललकार के, ശബ്ദത്തോടെ, उस तुरई की आवाज അവൻ के साथ സഭയ്ക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരും. अपने कलीसिया के अंदर ഇതിനകത്ത് कर आएगा। പതുങ്ങിയിരിക്കുന്ന കള്ളന്മാരെ അവൻ അടിച്ചു പുറത്താക്കും. इसके अंदर छुपे हुए चोरों को वो भगाएगा यहाँ എന്നിട്ട് से। യേശു തന്റെ മണവാട്ടിയെയും കൊണ്ട്, और यीशु अपने दुल्हन को തന്റെ लेकर जाएगा, സഭയെയും കൊണ്ട് अपने कलीसिया को लेकर അതിപരിശുദ്ധ സ്ഥലത്ത് अति पवित्र जगह पर കയറി പോകും. वो चढ़कर वहां അതാണ് जाएगा। സഭയുടെ കരുത്ത്, वो कलीसिया का बल അതാണ് है, സഭയുടെ ബലം. वो कलीसिया का सामर्थ्य है। ആമേൻ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി? कितने लोग वाणी समझ पा रहे हैं? അതിനുള്ള പണി നടക്കുന്ന ഇടമാണ്, ഒരുക്കം നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ ആരാധനാ സ്ഥലം. और उस आगमन के लिए तैयार होने की जो जगह, जो तैयारी होती है, वो जगह है हमारी आराधना का जगह। ആമേൻ. ഇവിടെ നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ പേനെ ഒരിടത്തും ഒരുങ്ങാൻ വേറെ സ്ഥലമില്ല. अगर हम इस संविधान में तैयार नहीं हो पाए तो हमको और कोई जगह उपलब्ध नहीं है जो हमें तैयार कर सके। നമ്മളെ ഒരുക്കുന്നവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. हमें तैयार करने वाला व्यक्ति का नाम है पवित्र आत्मा। യേശു എന്ന മണവാളനു വേണ്ടി മണവാട്ടിയായ സഭയെ വിശുദ്ധയും നിഷ്കളങ്കയുമായി ഒരുക്കി സെറ്റ് ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കാൻ പിതാവായ ദൈവം ഭൂലോകത്തിന് നൽകിയ
ദൈവത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. आमेन. यीशु मसीह जो पवित्र दुल्हा है, उसके सामने निर्दोष और पवित्र रूप में प्रस्तुत करने के लिए इस धरती में परमेश्वर ने दिया हुआ परमेश्वर का रूप है पवित्र आत्मा. ആമേൻ. आमेन. ക്ലിയർ ആയോ? ഒന്നുകൂടെ ഞാൻ പറയാം. और एक बार कहता हूं, യേശു ക്രിസ്തു എന്ന മണവാളനു വേണ്ടി, यीशु പരിശുദ്ധനായ മണവാളനു വേണ്ടി, यीशु मसीह जो अति पवित्र दुल्हा है, സഭ എന്ന് പറയുന്ന വിശുദ്ധയും നിഷ്കളങ്കയുമായ മണവാട്ടിയെ और कलीसिया जो पवित्र और निर्दोष दुल्हन है, ഒരുക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് കൊണ്ടു കൊടുക്കാൻ പിതാവായ ദൈവം ഈ ഭൂമിയിലോട്ട് അയച്ചെന്ന ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. और इस दुल्हन को तैयार करके उन्हें सिद्ध बनाकर यीशु मसीह के पास पहुंचाने के लिए उतर कर आया परमेश्वर का रूप है पवित्र आत्मा. ആമേൻ. आमेन. പിതാവായ ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. पिता परमेश्वर ने हमको दिया हुआ परमेश्वर का नाम है पवित्र आत्मा. ആമേൻ. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമാണ്. पवित्र आत्मा परमेश्वर है. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. पवित्र आत्मा एक व्यक्ति അത് है. വെറും ശക്തിയല്ല, वो कोई केवल एक शक्ति नहीं, അത് മഹാശക്തിയുള്ള ഒരു വ്യക്തിയാണ്. हाँ, वो एक महाशक्ति ले चलने वाला व्यक्ति है. ആമേൻ. ആമേൻ. आमेन. അവൻ വിചാരിച്ചെങ്കിലേ നമ്മൾ ശുദ്ധരാകൂ. अगर वो पवित्र आत्मा चाहे तो ही हम शुद्ध बन ആ पाएंगे. പരിശുദ്ധാത്മാവ് ശരിയാക്കിയെങ്കിലേ നമ്മൾ വിശുദ്ധർ എന്ന പദവിയിലെത്തൂ. और वो पवित्र आत्मा अगर हमें अनुशासित करे तो ही हम पवित्र है ऐसे उस स्थान पे पहुंच पाएंगे. നീതിയിൽ നിനക്ക് നിൽക്കണോ, ആ ദൈവമായ പരിശുദ്ധാത്മാവിന്റെ സഹായം നിനക്ക് വേണം. अगर आपको धार्मिकता उस स्थान में अगर रुकना है तो पवित्र आत्मा इस परमेश्वर की सहायता की हमें जरूरत है. ആമേൻ. आमेन. ആമേൻ. നമുക്ക് അവന്റെ സഹായം വേണം. हमें उसकी मदद की जरूरत है. ആമേൻ. आमेन. ഇല്ലാതെ പറ്റത്തില്ല. उसके बिना हम नहीं जी सकते. ആമേൻ. आमेन. നമ്മൾ ഏറ്റവും സിമ്പിളായി വലിയ പ്രാധാന്യം കൊടുക്കാത്ത ദൈവത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. और हम ज्यादा ध्यान नहीं देते, प्रमुखता नहीं देते, वो परमेश्वर का रूप है पवित्र आत्मा. കണ്ടോ? എല്ലാവരുടെ സ്വതന്ത്രം പോയി. കാരണം നമ്മുടെ അനുഭവമായി പറഞ്ഞു, क्योंकि हम हमारे अनुभव को मैं നമുക്ക് आपसे कह വലിയ रहा हूं, പ്രാധാന്യമൊന്നുമില്ല. हमको पवित्र आत्मा का कोई प्रमुखता नहीं है. ഉണ്ടോ? ഇല്ല, നമുക്കില്ല. नहीं है हमारे अंदर. അതിന്റെ തെളിവെന്താ? उसका प्रूफ क्या है? ഈ ബൈബിളിൽ യേശുവിന്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ ഒരു വാക്യം കാണിക്കാമോ? फलम. फलम. और इस बाइबल में क्या आप मुझे ऐसा वचन दिखा सकते हो जिसमें लिखा है यीशु का फल? ഉണ്ടോ? नहीं. യഹോവയുടെ ഫലം എന്ന് പറഞ്ഞ ഒരു വാക്യമുണ്ടോ? इस बाइबल में क्या ऐसा दिखाई देता है जिधर लिखा है यहोवा का फल? അങ്ങനെ ഉണ്ടോ? नो. ഇല്ല. എന്നാ പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞ വാക്യമുണ്ട്. पर ऐसा एक वचन है जो कहता है पवित्र आत्मा का फल. 9 കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു ഫ്രൂട്ടാണ് പരിശുദ്ധാത്മാവ്. 9 चीजें एकत्रित होने वाली एक फल है पवित्र आत्मा का फल. നമ്മൾ ആ 9 കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കാറുണ്ടോ? हम क्या उस 9 बातों पर कभी ध्यान देते हैं? ഉണ്ടോ? ആ 9 എന്താ? എന്തൊക്കെയാ? और वो 9 बातें क्या है? जबकि पवित्र आत्मा प्रेम, प्रसन्नता, शांति, धीरज, दयालुता, नेकी, विश्वास, नम्रता और आत्मसंयम उपजाता है. ഇംഗ്ലീഷിൽ പറഞ്ഞു. But the fruit of the Spirit is love, joy, peace, patience, kindness, goodness, faithfulness, gentleness, self-control. ആമേൻ. എന്തിനാ ഇത്രയും വായിപ്പിച്ചെന്നറിയോ? തലേന്ന് പോകാതിരിക്കാൻ. मैंने ये आपको इसलिए पढ़ाया ताकि ഈ हमारे 9 दिमाग से എണ്ണത്തിൽ नहीं എത്ര जाना എണ്ണം നിങ്ങൾ കൊണ്ടുവന്നു ചിന്തിച്ചു? चाहिए. ये 9 चीजों में से कितना आपके अंदर है ये आप खुद ही देख लो. നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ, ആത്മാവ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ, രക്ഷയ്ക്ക് കൊടുത്ത സെയിം പ്രാധാന്യം, സ്നാനത്തിന് കൊടുത്ത സെയിം പ്രാധാന്യം,
നമ്മൾ ഇതിനും കൊടുത്തേനെ. अगर पवित्र आत्मा हमारे लिए प्रमुख होता तो उद्धार को हमने जो गंभीरता दिया, बपतिस्मा को जो हमने गंभीरता दिया, हम आत्मा के इन फल को भी हम उसकी गंभीरता देते. ആമേൻ. നമ്മൾ എന്തിനാ ഈ പറയുന്ന രക്ഷയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തതെന്നറിയോ? हमने इस उद्धार को इतनी गंभीरता क्यों दी है? ജ്ഞാനത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തതെന്നറിയോ? बपतिस्मा को इतना गंभीरता क्यों दी पता है? നമ്മുടെ ഫിസിക്കൽ ആവശ്യങ്ങൾ പലതും നേടിയെടുക്കാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. क्योंकि हमारे शारीरिक जरूरतों को पूरा करने के लिए इन दोनों शर्तों को हमें पूरा करना ही पड़ता है. അത് നമ്മൾ ധരിച്ചു വെച്ച ധാരണയാണ്. वो हमारे सोच की तरीके है. രക്ഷിക്കപ്പെട്ടേല് സ്നാനപ്പെട്ടേല് എനിക്ക് ഈ വിടുതലുകൾ നടക്കൂ എന്ന് ക്രിസ്ത്യാനിറ്റി നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച ധാരണയാത്. हम अगर उद्धार पाएंगे, बपतिस्मा लेंगे तो ही हम जो है चंगाई और छुटकारे को पा पाएंगे, ऐसे मसीह दुनिया ने हमारे ऊपर थोपा हुआ സുന്ദരം എന്ന सोच है. ദേവാലയ ഗോപുരത്തിന്റെ വാതിക്കൽ ഇരുന്ന് സ്നാനപ്പെട്ടിട്ടാ തുള്ളിയെ. मंदिर के सामने जो सुंदर फाटक के सामने जो बैठा था, क्या वो बपतिस्मा लेने के बाद वहां पर नाच रहा था? രക്ഷിക്കപ്പെട്ടിട്ട് അവൻ തുള്ളിയെ. क्या वो उद्धार पाने के बाद नाच रहा था? യേശുവിന്റെ നാമം മതി അവന് തുള്ളാൻ. यीशु का नाम काफी था उसे उठने के लिए. ശക്തി മതി അവന് തുള്ളാൻ. उसे शक्ति काफी था नाचने के लिए. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग समझ पा रहे हैं? കൂനിയായ സ്ത്രീ 18 വർഷം കൂനിയായിരുന്നവൾ നുവർന്നത് സ്നാനപ്പെട്ടിട്ടാ? जो है 18 साल से झुकी हुई वो बूढ़ी औरत जब सीधा हुई, क्या वो बपतिस्मा के बाद हुई? രക്ഷിക്കപ്പെട്ടിട്ടാ? क्या उद्धार पाने के बाद हुई? അവക്ക് ഒന്നും അറിയത്തില്ല. उसको तो इसके बारे में कुछ पता കാരണം नहीं, 18 വർഷമായിട്ട് അവർക്ക് അറിയാത്ത ഒരു കാര്യമുണ്ട്, അത് ഭൂതമാണെന്ന്. क्योंकि 18 साल से वो नहीं जानती थी कि ये दुष्टात्मा से पीड़ित है. അപ്പൊ അവിടെ പുരോഹിതന്മാർക്ക് അതറിയത്തില്ല. तो वहां के पुरोहित लोग नहीं जान पा പക്ഷെ रहे. യേശു തൊട്ടിട്ട് ദുരാത്മാവെ പുറത്തു പോകാൻ और പറഞ്ഞു. यीशु ने छूकर कहा दुष्टात्मा बाहर जा. അത് സൗഖ്യമായി സ്നാനപ്പെട്ടപ്പോഴല്ല, और वो बपतिस्मा लेने के बाद चंगाई नहीं हुआ നീ था. സൗഖ്യമാകാനല്ല സ്നാനപ്പെടേണ്ടത്. तू चंगाई पाने के लिए नहीं നീ बपतिस्मा लेना. വിടുതൽ പ്രാപിക്കാനല്ല നീ രക്ഷിക്കപ്പെടേണ്ടത്. तू छुटकारा पाने के लिए नहीं उद्धार पाना. നിനക്ക് വേണ്ടി ജീവൻ തന്നവനോടുള്ള സ്നേഹമായിരിക്കണം നിന്റെ രക്ഷയുടെ കാരണം. तेरे लिए जिसने अपने जान को कुर्बान किया, उसके लिए तू अपने जिंदगी को അതിലെ सौंपना. തടസ്സം നിന്റെ പാപമാ. और उसके लिए रुकावट तेरा पाप है. പാപത്തോടുള്ള വെറുപ്പും उस पाप से तेरा नफरत യേശുവിനോടുള്ള സ്നേഹവും और यीशु से तेरा प्रेम, അതായിരിക്കണം നിന്റെ രക്ഷയുടെ കാരണം. वो तेरे उद्धार होने का कारण बन जाए. അതായിരിക്കണം നിന്റെ സ്നാനത്തിന്റെ കാരണം. वो तेरे बपतिस्मा लेने का कारण बन അതായിരിക്കണം जाए. നിന്റെ ആരാധനയുടെ കാരണം. वो तेरे आराधना का कारण बन जाए. ആമേൻ. आमीन. എത്ര പേർക്ക് മനസ്സിലായി ഇത്? कितने लोग समझ पाए? ക്രിസ്ത്യാനിറ്റി നിന്നെ പഠിപ്പിച്ച അബദ്ധത്തിന്റെ പേരാ സ്നാനപ്പെട്ടാലേ നീ സൗഖ്യമാകുള്ളൂ. और मसीह दुनिया ने आपको सिखाया हुआ गलत फहमी है कि अगर तू बपतिस्मा ले तो चंगाई पाएगा. ആമേൻ, यस. ആമേൻ. എത്ര പേർക്ക് പിടികിട്ടി ഇത്? कितने लोग समझ पा रहे हैं? നമ്മുടെ ചർച്ചയിൽ തന്നെ എത്രയോ പേര് വന്ന് വിടുവിക്കപ്പെട്ടിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. हमारे भी कलीसिया में कितने लोग छुटकारा पाकर लौट कर चले गए? ഇല്ലേ? ഉണ്ടോ? यस. അവരാരെല്ലാം രക്ഷിക്കപ്പെട്ടിട്ടാണോ സൗഖ്യമായി? क्या वो लोग उद्धार पाने के बाद उन्होंने चंगाई पाई? नहीं. ആണോ? नहीं. അല്ല. नहीं. സ്നാനപ്പെട്ടിട്ടാണോ അവര് സൗഖ്യം പ്രാപിച്ചത്? क्या वो लोग बपतिस्मा लेने के बाद उनको चंगाई मिली? नहीं. അല്ല. യേശുവിന്റെ ശക്തി ഇവിടെ ഉണ്ട്. यीशु की सामर्थ यहाँ पर അവർ है. ഇതിനകത്ത് കയറിയപ്പോൾ അത് അനുഭവിച്ചു. वो जब इसके अंदर आए उन्होंने अवरी सामर्थ सौख्य है. अनुभव किया, वो चंगाई पा लिए, അവർ വിടുവിക്കപ്പെട്ടു. वो छुड़ाए गए. നമുക്ക് എന്തുകൊണ്ടായി തന്റെ ഇടം വന്ന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ വിടുവിക്കപ്പെടുമെന്ന് പറയാൻ തന്റെ ഇടം വന്ന്? और हमारे ഇത് മാജിക് പ്ലേസ് ആയതുകൊണ്ടല്ല. हमारे अंदर ये धैर्य कहां से आया कि आप हमारे साथ आओ तो तुम्हें छुटकारा मिलेगा? ये है क्योंकि ये कोई जादू ഇവിടെ करने वाली जगह ശക്തി नहीं. ഉണ്ടെന്ന്. यहाँ पर एक ഇവിടെ सामर्थ्य है. സാന്നിധ്യം, ശക്തിയുള്ള സാന്നിധ്യം ഉണ്ടെന്ന്. यहाँ पे एक सामर्थ्य उपस्थिति है. ധൈര്യത്തോടെ വിളിച്ചോണ്ട് പോരെ. आप धैर्य से उनको यहाँ पर അവരൊന്ന് लाओ. വിടുവിക്കപ്പെട്ടിട്ട് പോട്ടെന്ന്. वो छुड़ाए जाए और वो लौट जाए चाहिए तो. ഇവിടെ എന്റെ മാജിക് ഇല്ല. मेरे पास कोई जादू नहीं है.
പ്രൊഫറ്റസ് ലിൻസിയുടെ മാജിക് ഇല്ല. भविष्यवक्ता के लिंसी के पास भी कोई ഞങ്ങൾ जादू नहीं കൈവച്ചാൽ है। ഇതൊക്കെ നടക്കാൻ. हमने हाथ रखा तो ये सब പക്ഷെ होने के लिए- ഞങ്ങൾക്കറിയാം കൈവച്ചാൽ നടക്കും. पर हम जानते हैं कि हम हाथ रखेंगे तो പക്ഷെ अद्भुत कार्य അവന്റെ होगा। സൗഖ്യമല്ല ഞങ്ങളുടെ കൈവെപ്പിന്റെ ഉദ്ദേശം. पर हमारे हाथ रखने का उद्देश्य उनका छुटकारा नहीं, ആ ആത്മാവിന്റെ രക്ഷയാണ് ഞങ്ങളുടെ ഉദ്ദേശം. पर उस व्यक्ति का उद्धार है हमारा उद्देश्य। ആമേൻ, आमीन ആമേൻ, आमीन ആമേൻ. आमीन। അപ്പൊ നിങ്ങൾ അവരെ പിടിച്ചോണ്ട് ഞങ്ങളുടെ അടുക്ക വരുമ്പോൾ ആ ഉദ്ദേശം നിങ്ങൾക്കൂടെ ഉണ്ടാവണം. तो जब भी आप उन लोगों को लेकर हमारे पास आते हो, आपके अंदर भी वो उद्देश्य क्लियर रहना है। ആമേൻ. പിടികിട്ടിയോ? അല്ലാതെ അവരോട് ഞങ്ങളോട് വാ സൗഖ്യം കിട്ടുമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കല്ലേ. और उनसे सिर्फ ये केवल कहकर समाप्त नहीं करना, हमारे साथ आओ तो आपको चंगाई കാരണം मिल നിങ്ങൾ जाएगी। സൗഖ്യം മാത്രമല്ല പ്രാപിച്ചത്, क्योंकि आपने केवल चंगाई नहीं पाई നിങ്ങൾ है, രക്ഷയോടെ പ്രാപിച്ചവരാ. आपने उद्धार भी पाया है, നിങ്ങൾ സ്നാനം അനുഭവിച്ചവരാ, आपने बपतिस्मा का अनुभव ആത്മശക്തി किया, അനുഭവിച്ചവരാ. आत्मा के उपस्थिति അതുകൂടെ का അവർക്ക് अनुभव किया। കൈമാറണം. उस बारे में भी उनसे आप बात അതിലൂടെ വേണം അവരെ കൊണ്ടുവരാൻ. और वो कहकर वो यहाँ पर आ जाए। ആമേൻ, आमेन ആമേൻ. आमेन। എത്ര പേർക്ക് ദൂത് മനസ്സിലായി? कितने लोग वाणी समझ पाए? ആമേൻ. आमेन। അപ്പോൾ ആദ്യ ആ ആലയവും ഇന്നത്തെ ആലയവും തമ്മിലുള്ള വ്യത്യാസം എന്താ? तो पुराने करार के आलय और आज के इस आलय में क्या फर्क है? ആമേൻ. आमेन। ആദ്യത്തെ ആലയത്തിൽ ഒരു മണവാളനില്ല. पुराने करार के आलय में एक दुल्हा नहीं है, അവിടെ അപ്പനേ ഉള്ളൂ. वहां पर एक पिता है, ഒരു പുത്രനില്ല അവിടെ. वहां पर एक बेटा नहीं है, അവിടെ ഒരു മണവാളനില്ല. वहां पर एक दुल्हा नहीं പക്ഷെ है। ഇന്നത്തെ ആലയത്തിൽ पर आज के आलय में പിതാവുണ്ട്, पिता है, പുത്രനുണ്ട്, पुत्र है, ആത്മാവുണ്ട്, आत्मा है, മണവാളനുണ്ട്, दुल्हा है, മണവാട്ടിയുണ്ട്. दुल्हन है। ഇത് വേറെയാ. ये एक अलग ही बात है, ഇത് ഒരു ഹൈ ലെവലാ. ये एक ऊंचा स्तर ഇതൊരു है, മഹാസംഭവം. एक बड़ा संभव है। ആമേൻ, ആമേൻ. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് വെറുതെക്കാരൻ ഇരിക്കുന്ന പോലെ ആലയത്തിൽ ഇരിക്കല്ലേ. इसके लिए साधारण लोग बैठते हैं वैसे ഒരു कलीसिया में नहीं बैठते। സ്റ്റാൻഡേർഡ് എനിക്കുണ്ട്. मेरा एक औदा है। ആമേൻ. आमेन। എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. मेरा एक औदा है। ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴാണ് എൻഗേജ്മെന്റ് ഇല്ലാത്ത, और മാരേജിന് എൻഗേജ്മെന്റ് ഇല്ല ഇപ്പൊ. अभी के जमाने में शादी के पहले एंगेजमेंट नहीं होता, सगाई नहीं होती, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ആരും അറിയാതൊക്കെയാ നടത്തുന്നത്. और है तो भी ज्यादा लोग को नहीं बताते, परिवार लोगों में ही करके खत्म പിന്നെ करते हैं। ചിലര് കല്യാണം വെച്ച് തന്നെ അങ്ങ് हाँ, എൻഗേജ്മെന്റ് और അടിച്ചു कुछ കൂട്ടും. शादी के दिन ही 1-2 घंटा पहले ही सगाई करके फिर शादी भी कर लेते हैं। അതുകൊണ്ട് ഇപ്പോഴത്തെ ആളുകൾക്ക് ഇച്ചിരി അറിവ് കുറവാ. इसके लिए अभी के लोगों को उसके बारे में जानकारी कम है। ഈ എൻ്റെ പ്രായം അതിന് मुंबुള്ളവർക്കൊക്കെ അത് ഇച്ചിരി പരിചയം. मेरे उम्र के और उससे पहले लोगों को उसके बारे में पता है। എൻഗേജ്മെന്റ് നടക്കാതെ കല്യാണം നടക്കത്തില്ലായിരുന്നു. सगाई किए बिना कभी शादी नहीं होती। മനസ്സിലായോ? ലിജി എന്നെ നോക്കുന്നു. നടക്കത്തില്ലായിരുന്നു ഒന്നും. कभी ऐसे नहीं होती। അങ്ങനെ ഒരു കല്യാണം ക്രിസ്ത്യൻ വേൾഡിലില്ലായിരുന്നു. और वैसा एक शादी जो है मसीह दुनिया में ही नहीं था। മിനിമം പണ്ടത്തെ ഒക്കെ 3 വീക്ക് ഗ്യാപ്പ് വേണമെന്നാ മിനിമം. वो लोग पहले बोलते थे कि कम से कम सगाई के बाद 3 हफ्ते का गैप के बाद शादी होना ഈ है। 3 ആഴ്ച 2 പേരുടെ ചർച്ച ഏതാണോ ആ ചർച്ചയിൽ വിളിച്ച് ഈ കാര്യം പബ്ലിക്കലി പറഞ്ഞ് ആർക്കും ഒരു പ്രോബ്ലം ഇല്ലെന്ന് തെളിഞ്ഞതിന് ശേഷമേ കല്യാണം നടക്കത്തുള്ളായിരുന്നു. तो ये 3 हफ्ते का जो समय था, लड़के और लड़की दोनों के कलीसिया में इसके बारे में अनाउंसमेंट कर किसी को भी उसका विरोध नहीं है, ये स्थापित करने के बाद उनकी शादी होती थी। അല്ലേ അച്ഛാ? സൗമ്യച്ച അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ അങ്ങനെ നടത്താനൊക്കത്തില്ല. अभी ऐसा नहीं कर सकते, കാരണം കല്യാണം തന്നെ നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. क्योंकि शादी कभी हो रही उसके बारे में हम जानते नहीं कभी। അത് വിടട്ടെ, അത് പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. അപ്പോൾ ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ആ എൻഗേജ്മെന്റിന് പെണ്ണ് വരും, तो सगाई के बाद जो है लड़की वहां पर आती थी, ചെറുക്കനും വരും. लड़का भी आता था। എന്നിട്ട് ആ എൻഗേജ്മെന്റ് ഇങ്ങനെ പറയും, എല്ലാവരും കൂടെ റിക്വസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് ചെറുക്കനെയും പെണ്ണിനെയും ഒന്ന് കാണണം.
और सगाई में वो होने के बाद बोलते थे कि हमें लड़का और लड़की को देखना है। നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കല്യാണമൊന്നും വേണ്ട, എൻഗേജ്മെന്റ് മതി. പെണ്ണ് സെപ്പറേറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഒരുങ്ങി വരുന്നത്. और शादी तक इंतजार करने की जरूरत नहीं, सगाई में ही लड़की बहुत अलग तरीके से तैयार होकर ഞാൻ आती പറഞ്ഞു है। പിടി കിട്ടിയോ? क्या आप समझ पा रहे हैं? പഴയ ആളുകളോട് ചോദിച്ചു, पुराने लोगों से पूछो। ബെസ്റ്റ് വസ്ത്രം ധരിച്ച് जो है- പുത്തൻ വസ്ത്രം ധരിച്ച് പുതിയ ലെവലിൽ ഒരുങ്ങി അങ്ങനെ ആ കാര്യം നടക്കുന്നു. तो तभी वो अनोखे तरीके से तैयार होकर आते കല്യാണമല്ല, എൻഗേജ്മെന്റാ. हैं। शादी में नहीं पर सगाई പക്ഷെ में അന്ന് ഡിഫറെന്റാ. वो सगाई में अलगपन से तैयार होकर आते हैं। നമ്മളാരാ? हम कौन हैं? നിശ്ചയം കഴിഞ്ഞവർ. हमारी भी सगाई हो സഭ गई ആരാ? है। कलीसिया कौन है? നിശ്ചയം കഴിഞ്ഞവർ. हमारी भी सगाई हुई। അങ്ങനാണെങ്കിൽ എവരി സൺഡേ तो हर रविवार നമ്മൾ വരേണ്ട ഡിഫറെന്റ് ആയിട്ടല്ലേ? हमको आना अलगपन में है। നമ്മുടെ ചിന്താഗതി ഡിഫറെന്റ് ആണ്ടായോ? हमारे दृष्टिकोण बदल नहीं है। वाह, എത്ര പേർക്ക് പിടികിട്ടി? इतने लोग समझ पा എത്ര रहे പേർക്ക് പിടികിട്ടി? हैं? इतने लोग समझ पा रहे हैं। ഒരു ജനക്കൂട്ടമുണ്ട്, അവരെങ്ങനെയും പോട്ടെ, एक बड़ा झुंड है, वो कैसा भी आगे बढ़े। ഇത് എന്റെ വിവാഹ നിശ്ചയത്തിന്റെ സ്ഥലമാണ്. ये वो जगह है जहां पर मेरे शादी की जो है सगाई हुई ഇതെന്റെ है। ഫിയാൻസി വരുന്ന സ്ഥലമാണ്. ये वो जगह है, मेरा होने वाला दुल्हा आने वाला जगह എന്നെ है। എന്റെ പ്രിയപ്പെട്ടവൻ കാണാൻ വരുന്നതാ. मेरा प्रिय व्यक्ति आने वाला जगह है। ആമേൻ. आमेन। ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ये मैंने आपसे क्यों कहा? ഞായറാഴ്ച നമ്മുടെ ചിന്താഗതി മാറി വേണം സഭയിൽ വരാൻ. रविवार में हमारे सोच में बदलावट लाकर हम कलीसिया നമ്മുടെ में आए। സന്തോഷം വർദ്ധിക്കണം. हमारे आनंद में बढ़ोतरी हो। ഞാൻ വെറുതെ പോവല്ല, मैं ऐसा ही नहीं जा रहा, ഞാൻ ഒറ്റയ്ക്കല്ല, मैं ഏറ്റവും अकेला नहीं हूँ। സുരക്ഷിതമായ കരത്തിന്റെ അടുക്കലോട്ട് പോവാം. मैं सबसे सुरक्षित रहता हूँ, उस व्यक्ति के पास जा रहा हूँ। ആമേൻ. ആമേൻ. आमेन। ഏറ്റവും കംഫർട്ടുള്ള സ്ഥലത്തോട്ട് ഞാൻ പോവാ. मैं सबसे आश्वासन पाने वाले जगह पे जा रहा हूँ। ഏറ്റവും ബ്യൂട്ടിഫുൾ വാക്ക് കേൾക്കാൻ ഞാൻ പോവാ. सबसे सुंदर आवाज सुनने जा रहा हूँ। ഏറ്റവും ബ്യൂട്ടിഫുൾ അഗാപ്പെ ഞാൻ അനുഭവിക്കാൻ പോവാ. सबसे सुंदर अगापे अनुभव करने जा रहा എത്രപേര് हूँ। വിശ്വസിക്കുന്നുണ്ട്? आमेन। അതിപ്പോൾ അനുഭവിക്കട്ടെ. अभी आप अनुभव അതിപ്പോൾ करें। വ്യാപരിക്കട്ടെ. अभी यहाँ उंडे जाए। അതിപ്പോൾ നിങ്ങളുടെ മേൽ വരട്ടെ. अभी आपके ऊपर आ जाए। നിങ്ങൾ ഫ്രീ ആകട്ടെ. अभी आप आजाद हो जाए। उठा वाला അട്ടകതന പ്രൗഢ ബാബ ശകതന അട്ടകതന പ്രൗഢ ബാബ അട്ടകതന ഘടക സിയാദന. ശരീരത്തിൽ ഫ്രീ ആകട്ടെ, शरीर में आजादी, മനസ്സിൽ ഫ്രീ ആകട്ടെ, मन में आजादी, ആത്മാവിൽ കുതിക്കട്ടെ, आत्मा में आप उठ जाए। ആത്മാവിൽ കുതിക്കട്ടെ. आत्मा में आप कूद के उठे। शबल हडगा അട്ടകതനി യാദര ഘടക വകല ഹദര ഘടക ആന്തൽ പ്രൗഢ ബാല ബാബ അട്ടകതന പ്രൗഢ ബാ. മണവാളനോടുള്ള ആവേശം നിന്റെ അകത്ത് കയറട്ടെ. दुल्हे के प्रति आपकी उत्साह बढ़ അവനോടുള്ള जाए। ഇഷ്ടം വർദ്ധിക്കട്ടെ. आपका प्रेम उसके प्रति बढ़ അവനോടുള്ള जाए। വിശ്വാസത വർദ്ധിക്കട്ടെ. उसके प्रति आपकी विश्वास അവനോടുള്ള ആത്മാർത്ഥത വർദ്ധിക്കട്ടെ. उसके प्रति आपकी ईमानदारी बढ़ जाए। അട്ടകതന പ്രൗഢ ബാബ आडाबालाबा शबरगडगडगडगसिहा वाइडाबाबा शेब्रोसे लाबाराबासिहा वाखदला प्रौढ सेकेरिया बाबा थलाबरगडगसिहा अमनगडगसिहा अर्थबो शेबेरतिया राबाबाबाबासिहा लाबाराबाबासिहा रेखो ശബദലഗടഗസിയ അട്ടക ധുമാ നഗദലഗടഗസിയ. നീ ഇന്നിപ്പോൾ ഫ്രീ ആകണം. अभी आप आजाद हो കർത്താവ് जाए। നിന്നെ ഫ്രീ ആക്കാൻ ആഗ്രഹിക്കുന്നു. अभी परमेश्वर आपको आजाद മണവാളൻ करना ഇവിടെ ഉണ്ട്. चाहता है। अभी वो അവൻ दूल्हा നിന്നെ ഫ്രീ यहाँ पर ആക്കാൻ है। वो ആഗ്രഹിക്കുന്നു. आपको आजाद करना चाहता ആത്മാവ് है। റെഡിയാ. पवित्र आत्मा तैयार है। നീയും മണവാളൻ കൂടെ കൂട്ടിമുട്ടിക്കാൻ, आप और दुल्हा भी एक साथ मुठभेड़ നിന്നെ करें। കൂട്ടിമുട്ടിക്കാൻ आप दोनों को ദൈവത്തിന്റെ मुठभेड़ कराने के लिए ആത്മാവുണ്ട്. परमेश्वर की आत्मा നീ यहाँ ഇന്നിപ്പോൾ पर ഫ്രീ है। ആകണം. अभी आप आजाद हो ഇത് जाए। നിന്റെ ഫ്രീ ആകേണ്ട अभी നിമിഷം. आप आजाद होने वाला എല്ലാ क्षण है। മേഖലയിലും सारे स्तरों നീ में ഇപ്പോൾ ഫ്രീ ആകട്ടെ. अभी आप आजाद हो जाए। शबलबा रबा शबरगडगसिया उडबलगडग शबलगडगसिया वैडबलगडगदनगडगसिया खदा रबा अर्थबना ओ शबर्थनगडगसिया था बा लेबो शेबेर आबादा यादलगडगसिया हदना अर्थबो നിന്റെ सखानिया കഷ്ടതകൾ മറക്ക. आपके सारे कष्टताओं നിന്റെ को भूल जाओ। നൊമ്പരങ്ങൾ മറക്ക. आपके दर्द को भूल जाओ। നിന്റെ വേദനകൾ മറക്ക. आपके दुखों को भूल നിന്റെ जाओ। അനാരോഗ്യം മറക്ക. आपके अनारोग्य को കാരണം भूल നമ്മുടെ जाओ। മണവാളൻ ഇവിടെ ഉണ്ട്. क्योंकि हमारा दुल्हा നീ यहाँ അവന്റെ पर കൂടെ है। കൈ കൊടുക്കാൻ പോവാ. आप उसके हाथ को पकड़ने वाले हो। ഒന്നും ഓർക്കണ്ട സമയമല്ല ഇത്. और कुछ ध्यान देने का समय नहीं നിന്റെ है। വീക്ക്നെസ് ഓർക്കണ്ട സമയമല്ല ഇത്. आपके बलहीनताओं को सोचने का समय नहीं है। ജയാകാൻ പോകുന്ന സമയമാണ്. आप जय के अंदर प्रवेश करने वाला നീ समय है। മഹാവിജയത്തിന് കൈ കൊടുക്കാൻ പോവാ. आप महाविजय
महाविजय में प्रवेश करने वाला समय, മഹാശക്തിക്ക് കൈ കൊടുക്കാൻ പോവാ. महासामर्थ में प्रवेश करने वाला समय, മഹാജീവന് കൈ കൊടുക്കാൻ പോവാ. महाजीवन को हाथ देने वाला समय. ഊടബലഗടക ശബരഗടകസിയ, ഊടബലഗടകദലഗടകസിയ, ആടബശബല ഹടഗ, ഊടബരഗദ, ശബരഗദ ഹടഗ, ആബൗ ശബരി, നിറയട്ടെ, भर जाए, भर जाए, भर जाए, പ്രാപിക്കട്ടെ, प्राप्त करे, प्राप्त करे, ഓ നിറയട്ടെ, നിറയട്ടെ, भर जाए, भर जाए, നിറയട്ടെ, भर जाए. ഓ സന്തോഷത്തിന്റെ നിറവ്, आनंद की भरपूरी, ഓ സ്നേഹത്തിന്റെ നിറവ്, प्रेम की भरपूरी, സമാധാനത്തിന്റെ നിറവ്, समाधान के भरपूरी, ജയത്തിന്റെ നിറവ് जो है विश्वास की നിന്റെ മേൽ भरपूरी വ്യാപരിക്കട്ടെ, आपके ऊपर प्रकट हो जाए, വ്യാപരിക്കട്ടെ. आपके ऊपर प्रकट हो जाए. ओ शबल हडगा रगदा हडगा दियारा, रबा रगदा हडगा अति देखा रगा, रबल तना वाइडेगा रोको मना हसे, रेबो सेबेरतिया लेके दियारा, बेबे सिया അതല രഗദൽ പ്രൗഢബ, സ്വർഗീയമായത് ചിലത് ഉളവാകട്ടെ, जो भी वहां पर नहीं था अभी वहां उत्पन्न हो जाए, പിണ്ടത്തിലെ ചിലത് ഉളവാകട്ടെ, आपके अंदर उत्पन्न हो जाए, നിന്റെ അകത്ത് ചിലത് മുളയ്ക്കട്ടെ, आपके अंदर कुछ उभर कर आ जाए, ദൈവരാജ്യത്തിന്റെ വിടുതലുകൾ നിന്റെ അകത്ത് മുളയ്ക്കട്ടെ, परमेश्वर के राज्य के छुटकारे आपके अंदर से उभर कर आ जाए, യേശുവിന്റെ നാമത്തില് यीशु मसीह ഈ के नाम में ദൈവരാജ്യത്തിന്റെ സ്വത്തെന്ന് തെളിയട്ടെ. आप परमेश्वर के राज्य के विरासत हो स्थापित हो जाए. സഭ അടുത്ത ലെവലിൽ കയറട്ടെ, सारे സഭ അടുത്ത തലത്തിൽ കയറട്ടെ, कलीसिया अगले स्तर में प्रवेश करे, അടുത്ത തലത്തിൽ കയറട്ടെ, अगले स्तर में प्रवेश करे, ഓ ഹൈ വിഷനിലേക്ക് സഭ കയറട്ടെ, श्रेष्ठ दर्शन के स्तर में प्रवेश करे, ഉയർന്ന ദർശനങ്ങളിലേക്ക് കയറട്ടെ, जो है ऊंचे दर्शन के स्तरों में प्रवेश करे, ദൈവരാജ്യത്തിന്റെ ദർശനത്തിലേക്ക് കയറട്ടെ, परमेश्वर के राज्य के दर्शन में प्रवेश करे, തളരാത്തൊരു ജനമായി മാറട്ടെ, ये ऐसा झुंड बन जाए जो कमजोर नहीं ഇത് होते, ബലഹീനരല്ലാത്ത ജനമായി മാറട്ടെ, ये ऐसा झुंड बन जाए जिनके बीच कोई बलहीन नहीं है, പരാജയത്തെ വെല്ലുവിളിക്കുന്ന വിജയത്തെ കയ്യെത്തി പിടിക്കുന്ന ജനമായി മാറട്ടെ, पराजय को चुनौती देने वाला, विजय को कस के पकड़ने वाला झुंड बन जाए. Thank you, Lord. Thank you, Lord. നമുക്ക് ഇരിക്കുന്ന സ്ഥാനത്ത് ഒന്ന് എഴുന്നേക്കാം, हम जब हमारे जगह पर खड़े हो നമുക്കൊന്ന് जाए, ആഘോഷിച്ചിട്ട് പോകാം. हम उत्सव मना के लौटेंगे. നമ്മുടെ മണവാളൻ ഇവിടെ ഉണ്ട്, हमारा दुल्हा यहाँ നമ്മൾ पर है. അവനാ കൈ കൊടുത്തേക്കുന്നത്. हम उसे अपना हाथ ഇത് दे रहे हैं. മഹാശക്തിയുടെ ദിനമാണ്, ये महासामर्थ का दिन ഇത് है, മഹാജയത്തിന്റെ ये ദിനമാണ്, महाविजय का ഇത് दिन है, മഹാജീവന്റെ ये ദിനമാണ്. महान जीवन का दिन है. നമ്മൾ തളരുകല്ല, ഇന്നു മുതൽ കുതിക്കുകയാണ്. यहाँ से हम कमजोर नहीं, यहाँ से हम कूद कर आगे बढ़ നമ്മൾ रहे हैं. കുതിക്കാൻ പോകാം. हम कूद कर आगे बढ़ रहे हैं. കേവലമാന്റെ ബലം നമ്മുടെ കാലിന് ദൈവം തരിക. हिरनी का बल हमारे बल में प्रभु നമ്മൾ देगा. ഓടി ജയിക്കുന്നവരായി മാറാൻ हम പോവാം. दौड़ कर बढ़ने वाले बनेंगे. എന്റെ അപ്പന്റെ ഭാഷ നമ്മൾ പറക്കാൻ പോവാം. मेरे पिता का शब्द हम നമ്മൾ उड़ने वाले പറക്കാൻ हैं. പോവാം. हम उड़ने वाले हैं. കഴുകനെ പോലെ जय चील के समान ചിറകടിച്ചുയരാൻ പോവാം. जय पंखों को लहरा कर നമുക്കൊരു उड़ने वाला മണവാളനുണ്ട്. हमारा एक दुल्हा है. നമുക്ക് അവന്റെ ശക്തിയുണ്ട്. हमारे अंदर उसकी നമ്മൾ सामर्थ्य है. വ്യത്യസ്തതയുള്ളവരാ, अलग लोग हैं തോൽവിയെ വെല്ലുവിളിക്കുന്നവരാ, जो है पराजय को चेतावनी വിജയത്തെ देने, കയറി പിടിക്കുന്നവരാ. विजय को प्राप्त करने वाले. ताली बजाकर उस यीशु मसीह का उत्सव मनाए जो जल्द ही जल्द ही जल्द ही जल्द ही जल्द ही जल्द ही हमारे लिए आने वाला है. हालेलुया. क्या हम सब हमारे आंखों को बंद करें? थैंक यू जीसस. पिता, हम आपको धन्यवाद देते हैं प्रभु कि आज सुबह भी आपके उस मधुर आवाज को सुनने के लिए
आपने हमको ये मौका दिया, इसके लिए धन्यवाद प्रभु। पिता, आज के बाद से हम कलीसिया के अंदर साधारण लोग जैसे नहीं बैठेंगे, क्योंकि हम यहाँ पर हमारे दुल्हे से मिलने के लिए आ रहे हैं। हमारा शादी का जो सालगिरह जो है, जो प्रभु एंगेजमेंट किया गया, उस जगह पर हम आ रहे हैं। इसके लिए हम और खुशी के साथ आने के लिए हम अपने आप को समर्पित करते हैं प्रभु। पिता, आपकी आवाज के लिए धन्यवाद, आपके उपस्थिति के लिए धन्यवाद प्रभु। हम इस हफ्ते पूरा हमारे दुल्हे के साथ चलकर, उसकी आवाज को सुनकर, उसके हृदय को जानकर, अगले रविवार अगर आपके आगमन में देरी है तो फिर से आपकी आराधना करने के लिए आप हमको सौभाग्य दोगे। इसके लिए धन्यवाद। आपके सारे बच्चों को आशीषित करते हैं। सारा महिमा और आदर सिर्फ आप ही को प्रभु यीशु मसीह के नाम में इस प्रार्थना को पूछते सुने और ग्रहण करें। आमेन। हालेलुया।